സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്തപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. ജന്മാദ്യസ്യേതോന്യയാദിതരതശ്ചാത്വേഷജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയെ മുഹ്യന്തി യസ്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോംഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഭക്തജനങ്ങളെ, ദേവിയുടെ സന്നിധിയിലിരുന്നു കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കാനും പറയുവാനുള്ളൊരു അസുലഭ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പൂർവജന്മാർജിതമായിട്ടുള്ള സുഹൃതം കൊണ്ട് അഥവാ പുണ്യം കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് സാധിക്കുന്നത്. കാരണം മനുഷ്യജന്മം വളരെ അപൂർവമായി ലഭിക്കുന്നതാണ് എന്നാണ് ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോന്നിയില്ല എങ്കിൽ അതുകൊണ്ട് അതെന്താണ്? അത് ആത്മവഞ്ചനയാണെന്നാണ് പറയാം. ആത്മാവിനെ വിസ്മരിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നാം അവിദ്യയ്ക്ക് അടിപ്പെടുന്നു എന്നാണ്. അവിദ്യ മൂലം എന്താണ്? നമ്മളിൽ അഹങ്കാരം, ആഗ്രഹങ്ങൾ എന്നിവ ഉടലെടുക്കും. അഹങ്കാരത്തിലൂടെ അല്ലെങ്കിൽ ആഗ്രഹത്തിലൂടെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള നിരവധി കർമ്മങ്ങൾ. ഈ കർമ്മത്തിനൊക്കെ എന്തുണ്ട്? ഫലമുണ്ട്. ആ ഫലം അനുഭവിക്കാനായി അതൊരു ജന്മം കൊണ്ട് സാധിച്ചോൾ തീർന്നു എന്ന് വരില്ല. അതനുഭവിക്കാനായി നാം ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. അങ്ങനെ എന്താ സംഭവിക്കുന്നത്? ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ മാതിരി പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം. ജനിക്കുക, മരിക്കുക, വീണ്ടും മാതൃഗർഭത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരിക. ഈ സംസാര ദുഃഖത്തിൽ കിടന്നങ്ങനെ നമ്മൾ ഒരിക്കലും അഥവാ മോചനം കിട്ടാതെ കണ്ട് ചക്രം തിരിയണ മാതിരി അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇതിനുള്ളൊരു പരിഹാരം എന്താണ്? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിക്കുക. സുഖഭോഗങ്ങളുടെ പുറകെ പോവുകയല്ല. നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടും അതിന് കഴിയുന്നില്ല, അഥവാ ഈശ്വരചിന്തകൾക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ജന്മം നമ്മൾ നിഷ്ഫലമാക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കുക? ഭഗവാനിൽ ഭക്തി എങ്ങനെ വളർത്തുക? ഭഗവത് നാമങ്ങൾ ജപിക്കുക, ഭഗവത് കാര്യങ്ങൾ പറയുന്നിടത്ത് ഇതുപോലുള്ള സത്സംഗവേദികളിലൊക്കെ പങ്കെടുക്കുക. അതിനൊരവസരമാണ് നമുക്കിവിടെ ഈ സത്രം അഥവാ ഭരണ സമിതി നമുക്ക് അഥവാ അവസരം ഒരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അവരോടുള്ള കടമയും കടപ്പാടും ആദ്യമേ വ്യക്തമാക്കണം, അല്ലേ? വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമ്മളിൽ വരുത്തേണ്ട ആ മാനസികമായിട്ടുള്ള സ്ഥിതിഗതികളെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഭക്തി ഉണ്ടാക്കുക. ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കിയാലോ ജ്ഞാനമുണ്ടാവുകയായി. എങ്ങനെയുള്ള ജ്ഞാനമാണ് നമുക്ക് ആവശ്യം? ഭൗതിക ജ്ഞാനം നമ്മൾ വേണ്ടുവോളം നേടിയിട്ടുണ്ട്, അല്ലേ? തൊഴിൽ നമ്മൾ നേടിയിട്ടുണ്ട്, നമുക്കതിനുള്ള ജീവിതോപായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭൗതിക ജ്ഞാനം കൊണ്ട് എന്തേ സാധിക്കുമോ? ഇഹലോക ജീവിതം നമുക്ക് ശ്രേഷ്ഠമാക്കി തീർക്കാമെന്നേ ഉള്ളൂ. പക്ഷേ ഇഹത്തിലെ ധനം, സുഖം, യശസ്സും ആഭിജാത്യവും അതിർത്തിയിൽ ത്യജിക്കണം എന്നാണ്. ഇവിടുന്ന് കിട്ടിയതൊക്കെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോയേ പറ്റൂ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ എന്താണുള്ളത്? സൽക്കർമ്മങ്ങൾ, സുഹൃതം. ബാലാമണിയമ്മ, പ്രശസ്ത കവയിത്രിയായ ബാലാമണിയമ്മ പറഞ്ഞതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്ന് മാത്രം നമ്മുടെ കയ്യിലുണ്ടാകും. എന്താണ്? സുഹൃതത്തിൻ്റെ പേടകം. അതിനനുസരിച്ചാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നതും മരിക്കുന്നതും. 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയായി നമ്മൾ ജനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്ര ശക്തി നമുക്കില്ല, അല്ലേ? പക്ഷെ നമുക്ക് മോക്ഷം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ലല്ലോ.
അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? മോക്ഷം കിട്ടണം. മോഹം ക്ഷയിക്കുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? മോക്ഷം ലഭിക്കും. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിച്ച് പരമപുരുഷാർത്ഥമായ മോക്ഷം നേടലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും നേടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? മോക്ഷം. അപ്പോൾ ആത്മജ്ഞാനം നേടണം. ഭൗതികജ്ഞാനം കൊണ്ട് നമുക്ക് പരലോകപ്രാപ്തി സാധ്യമല്ല, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അപ്പം അങ്ങനെ നമുക്ക് ആത്മജ്ഞാനം നേടി വൈരാഗ്യം സമ്പാദിക്കണം, വിരക്തി. ഈ ഉപഭോഗ വസ്തുക്കളോട് നമ്മൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടായാൽ പിന്നെന്താ വിചാരം? അയുധമാകിൽ 10,000 വേണം. അതിനുള്ള അധ്വാനമായി. അപ്പം ഇതൊക്കെ നമുക്ക് എന്താണ്? നമ്മുടെ കർമ്മബന്ധത്തെ വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ജടിലമായി കിടക്കുന്ന കർമ്മവാസനകളെ ഇല്ലാതാക്കി ഈശ്വര ചിന്ത നമ്മളിൽ വളർത്തി എന്നിട്ട് വേണം വൈരാഗ്യം സമ്പാദിക്കാൻ. ആ വിരക്തി വന്നാലോ മോക്ഷം, 4ാമത്തെ പുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് നമ്മൾ എത്തും. അപ്പം മറ്റു 3 പുരുഷാർത്ഥങ്ങൾ ഏതാ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആദ്യം നമ്മൾ ധാർമ്മികരായി ജീവിക്കുക. 1ാമത്തെ പുരുഷാർത്ഥം ധർമ്മമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മനഃശുദ്ധിയാണ് നമുക്ക് ആവശ്യം. മനഃശുദ്ധി ഉണ്ടെങ്കിലേ ചെയ്യുന്ന കർമ്മത്തിനൊക്കെ സഫലത്വമുള്ളൂ. അപ്പം അതുകൊണ്ട് 1ാമത്തെ പുരുഷാർത്ഥമായി ധർമ്മത്തെ അവരോധിച്ചു. ആ കർമ്മത്തിന് നമുക്ക് എന്ത് വേണം? അർത്ഥം വേണം, ധനം വേണം. എന്നാൽ അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പറഞ്ഞു പൂന്താനം, അല്ലേ? അദ്ദേഹം പറഞ്ഞ എന്തുകൊണ്ടാ? മനസ്സിൻ്റെ ആ മോഹങ്ങൾക്കുള്ള ആ കടിഞ്ഞാണില്ലായ്മ. അപ്പം ധനം എങ്ങനെയാകാവൂ? ധർമ്മത്തിന് വിധേയമായിട്ടുള്ള ധനം. അതുകൊണ്ട് 2ാമത്തെ പുരുഷാർത്ഥം ഏതാണ്? അർത്ഥം. ഈ ധാർമ്മികമായി നാം നേടിയിട്ടുള്ള അർത്ഥം കൊണ്ട് വേണം എന്ത്? മോഹം, ആഗ്രഹം സാധിക്കാൻ. അപ്പം ആഗ്രഹത്തിനൊക്കെ പരിമിതി വരും. അഥവാ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളൊക്കെ കുറയും. ഈ ലോകത്തുള്ള ഉപഭോഗ വസ്തുക്കളുടെ പുറകെയുള്ള ഓട്ടം നമ്മൾ നിർത്തും. ആവശ്യത്തിന് മാത്രമേ അധ്വാനിക്കൂ. അപ്പോൾ അർത്ഥം. പിന്നെ അപ്പം അങ്ങനെയുള്ള കാമം, ഭോഗത്തിനായി കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്നാണ്. സ്വമേധയാ ധാർമ്മികമായി ദൈവഗത്യ വന്നു ചേരുന്ന ധനം വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനു വേണ്ടി ഓടി ഓടി ജീവിതം ഹോമിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് 3ാമത്തെ പുരുഷാർത്ഥം ഏതാണ്? മോഹം, ധർമ്മ, അർത്ഥ, കാമം. ആ ധർമ്മവും അർത്ഥവും അതൊക്കെ നേടിയിട്ടാണ് നമ്മൾ എവിടെ എത്തും? മോക്ഷത്തിലെത്തും. ഈ മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങൾ എന്താണ് എന്നാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭാഗവത്തിലേക്ക് എത്താൻ, അല്ലേ? എന്താണ് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങൾ? പൂർവിക ആചാര്യന്മാരിതാ വേദങ്ങള്, പുരാണങ്ങള്, ഉപനിഷത്തുകളൊക്കെ നമുക്കായി സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വേദം പഠിക്കാനോ പുരാണം പാരായണം ചെയ്യാനോ എന്ന് സാധിച്ചില്ല എന്ന് വരാം. പക്ഷെ അവരെ കൂടി എന്ത് ചെയ്യണം? ഈ സംസാര സാഗരത്തിൻ്റെ മറുകരയിൽ എത്തിക്കണം. ജനനമരണ സ്വരൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്നും എന്നേക്കുമായി മോചനം നേടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇതാ ക്ഷേത്രങ്ങള്, ക്ഷേത്രാചാരങ്ങള്, വ്രതങ്ങള്, വ്രതാനുഷ്ഠാനങ്ങള്, ഇതുപോലുള്ള സത്സംഗങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സത്സംഗത്തിന്റെ മഹത്വം എത്രയാണെന്ന് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ക്ഷേത്ര ദർശനം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് ശക്തമായിട്ടുള്ളൊരു മീഡിയം അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് ക്ഷേത്രം. നിത്യേന ക്ഷേത്രം ദർശിക്കുന്നവർക്ക്, ദേവീദേവന്മാരെ സ്മരിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടാം. എത്രയെത്രയോ പേർ ക്ഷേത്ര ദർശനത്തിലൂടെ മുക്തന്മാരായിട്ടുണ്ട്, സിദ്ധന്മാരായിട്ടുണ്ട്. അത് പാപം നശിച്ച് പുണ്യം വർദ്ധിപ്പിക്കാനുള്ള സ്ഥിരമായ തപസ്സാണ് എന്ത്? ക്ഷേത്ര ദർശനം. അപ്പോൾ സാധിക്കുമെങ്കിൽ നമ്മൾ നിത്യേന ക്ഷേത്രത്തിൽ വരിക. പിന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഒക്കെ നൽകുന്നതാണെന്ത്? വ്രതങ്ങൾ. വൃഞ്ഞു വരണേ, അതാണ് ധർമ്മ ആ പദത്തിൻ്റെ അർത്ഥം. ഭരിച്ചനുഷ്ഠിക്കുക. ഇനിയിപ്പതാ അതിനൊന്നും കഴിയാത്തവർക്കും
മറ്റൊരു ഉപാധിയുണ്ട്, സത്സംഗം. ഇപ്പം ഈ കലികാലത്ത് പല പരിമിതികളുണ്ട് അല്ലേ? കലിക്ക് നിരവധി ദോഷങ്ങളുണ്ട്. കലേർ ദോഷനിധേർ രാജൻ അസ്തിഹ്യേഹോ മഹാഗുണാൻ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം പ്രജയിൽ നിന്നാണ്. കലികാലത്തിന് നിരവധി ദോഷങ്ങളുണ്ട്. കലികാലത്ത് മുൻ യുഗങ്ങളെ പോലെ കൃതയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ സാധിക്കാത്ത, അന്നൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിന് എന്തായിരുന്നു അവർ അവലംബിച്ചിരുന്ന മാർഗങ്ങൾ? വലിയ വലിയ യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഹോമങ്ങൾ, തപസ്സുകൾ എന്നൊക്കെ ചെയ്തിട്ടാണ് ഭഗവാനെ ഈശ്വര സാക്ഷാത്കാരത്തിന് സാധിച്ചിരുന്നത്. എന്നാൽ ഈ കലിയുഗത്തിൽ അതൊന്നും കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്തു സാധിക്കാം? ഈശ്വര സാക്ഷാത്കാരം നേടാൻ കഴിയും. എന്തു മതി? നാമജപം. നാമജപത്തിൻ്റെ മഹത്വമാണ് പറയുന്നത് അല്ലേ? അതാ കലേർ ദോഷനിധേ രാജൻ അസ്തിഹ്യേഹോ, അസ്ഥി ഉണ്ട് മഹാഗുണാൻ കീർത്തനാദേവ കൃഷ്ണസ്യ. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കൂ. കൃഷ്ണ, ഗോവിന്ദ, നാരായണ എന്ന നാമജപം ക്ഷേത്രങ്ങളിൽ വന്നിരുന്നോ? കലികാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? കലിക്ക് സംഘടിതമായ പ്രവൃത്തി കൊണ്ടാണ് ബലം. അപ്പോൾ അങ്ങനെ കൂട്ടായ്മയോടെ, ഇപ്പം അതൊക്കെ നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? നാരായണീയ സമിതികൾ, അവരെ കൂട്ടായ്മകൾ, അങ്ങനെയൊക്കെ ഒരു പുതു ആവേശം തന്നെ ഭക്തിയുടെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കലിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ആ സത്സംഗത്തിൽ പങ്കുചേരാൻ നമുക്ക് കഴിയണം. ഉപേക്ഷ കൂടാതെ വരണം. അപ്പം അങ്ങനെയുള്ള സത്സംഗത്തിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം, അതാണ് ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലേ? ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സത്രവേദിയിലൂടെ കഴിക്കുന്ന ഭഗവത്കാര്യങ്ങൾ കേട്ട് നമ്മളങ്ങനെ ആ മാർഗത്തിലൂടെ പിന്തുടരുകയാണ്. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പോൾ ജീവൻ മുക്തിക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിന് ഇങ്ങനെയും മാർഗമുണ്ട്. സത്സംഗത്തിലൂടെ. സത്സംഗം എന്താണ്? സജ്ജനങ്ങളുടെ കൂട്ടായ്മയാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടക്കുന്ന വേദികൾ, സദസ്സ്, അതിൽ പങ്കെടുത്താൽ എന്താണ് ഗുണം? സജ്ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് എന്താണ്? ഭാഗവതം തന്നെ പറയുന്നു, ഈ കലികാലത്ത് ഭഗവാൻ സജ്ജനങ്ങളിലൂടെയാണത്രേ പ്രകടീകരിക്കുക. ഭഗവാനെ കാണുന്നതിന് തുല്യമാണ് ആരെ കാണുന്നത്? സജ്ജനങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് എന്ത്? സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. അപ്പോൾ സാക്ഷാൽ ഈശ്വരൻ്റെ പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ അവരിലൂടെ പ്രകടീകരിക്കുന്നു. അപ്പോൾ ഈ സത്സംഗം അത്രയും മഹത്കരമാണ്. അതിലൂടെ നിസ്സംഗത വരും. ഈശ്വരചിന്തകൾ നമ്മളിൽ വളർന്നാൽ നമുക്ക് പിന്നെ പ്രപഞ്ച വസ്തുക്കളോടൊരു യാതൊരു ആസക്തിയുമില്ല. കാമക്രോധ ലോപമോഹ മതമത്സര്യാദികളാകുന്ന ഷഡ്വൈരികളെ നമ്മുടെ മനസ്സിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അടിമയാകാതിരിക്കാൻ കഴിയും. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നിങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇതാണ് നമ്മളെ അബദ്ധത്തിൽ കൊണ്ടെത്തിക്കുന്നത് അല്ലേ? നല്ല മണം കണ്ടാൽ കൂടുതൽ ആസ്വദിക്കാൻ തോന്നും, നല്ല രുചി കണ്ടാൽ കൂടുതൽ അനുഭവിക്കണം എന്ന് തോന്നും. അങ്ങനെ ഓരോന്നിൻ്റെ പുറകെ പോയി നമ്മൾ നല്ല മനുഷ്യൻ നമ്മൾ നശിപ്പിച്ച് കളയാണ്. അപ്പം നിസ്സംഗത്വേ നിർമോഹത്വം. അങ്ങനെ ഒന്നിനോടും ആസക്തി ഇല്ലാതായാൽ പിന്നെ എന്താണ്? നിർമോഹത്വം. മോഹമില്ലാതാകും. നിർമോഹത്വേ നിശ്ചലതത്വം. ഒരു ഋഷിവര്യന്മാരൊക്കെ അനുഭവിക്കുന്ന ആ നിശ്ചലാവസ്ഥ, ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിട്ടുള്ള അവസ്ഥ, അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നിശ്ചലതത്വേ ജീവൻ മുക്തി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെളുപ്പമാണ്? ജീവൻ മുക്തി. അതല്ലെങ്കിലോ നാനായോനിഷു ജായന്തേ മ്രിയന്തേ ച പുനഃ കർമ്മണാരഹിതോ ദേഹ സംയോഗോ ന കഥാജന. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നാനായോനികൾ. ശങ്കരാചാര്യസ്വാമികൾ പോലും പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ കാണാൻ കഴിഞ്ഞു അത്രേ 500-ൽ പരം ജന്മങ്ങൾ അദ്ദേഹം എടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞു, എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ എത്ര എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും? ഇനി നമുക്ക് എത്ര മോക്ഷപ്രാപ്തിക്കുള്ള അർഹത നമുക്ക് ആയിട്ടുണ്ടോ? നമ്മളൊന്നൊരു ആത്മപരിശോധന നടത്തുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ
എത്രയും വേഗം നമുക്ക് ഈ കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ മോചനം നേടണം. അങ്ങനെ ആത്മജ്ഞാനം. അപ്പം നാനായോനികളിൽ ജനിച്ച് മരിച്ച് എന്ന പ്രക്രിയ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് നാനായോനിഷു ജായന്തേ മ്രിയന്തേച്ച പുനഃപുന. ഭഗവത്ഗീത പറയുന്നു വീണ്ടും വീണ്ടും ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കും. അതിനുള്ള വഴി എന്താണ്? കർമ്മണാരഹിതോ, കർമ്മരാഹിത്യത്തിലെത്തണം. നമ്മൾ കർമ്മം ചെയ്യാത്ത അവസ്ഥയിരിക്കണം. ഏക ചിന്ത, ഈശ്വര ചിന്തയിൽ മുഴുകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. കർമ്മം ചെയ്താൽ എന്തുണ്ട്? കർമ്മഫലമുണ്ട്. കർമ്മഫലം വന്നാൽ അത് അനുഭവിക്കാൻ ജന്മമെടുക്കണം എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പം അതിൽ നിന്ന് കർമ്മരാഹിത്യത്തിലേക്ക് നമ്മൾ എത്തണം. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം 3 ആവശ്യമുണ്ട്. അതിൽ നമ്മൾ ഏതേ ചെയ്യാൻ പാടുള്ളൂ? അത്യാവശ്യം. അല്ലാത്തതൊക്കെ നമ്മളിൽ ഭാരമായി, നമ്മളിൽ ബന്ധനങ്ങളായി വന്നു ചേരും. മനമേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോ. നമ്മുടെ ഈ മനുഷ്യജന്മത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ നമ്മളുടെ ഈ ലോകത്തിൽ നമ്മളെ ബന്ധിപ്പിച്ചിടാൻ കാരണം എന്താണ്? മനസ്സ് മാത്രമാണ്. നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിനെ മനുഷ്യജന്മം കിട്ടിയിട്ട് പോലും പാകപ്പെടുത്തിയില്ല എന്ന കുറ്റം കൊണ്ടാണ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മനസ്സിലെ ജടിലമായി കിടക്കുന്ന കർമ്മവാസനകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശരീരത്തെ അല്ലെങ്കിൽ കർമ്മണാരഹിതോ ദേഹസംയോഗോ ന കഥാചന, ഒരിക്കലും വേണ്ടി വരില്ല. എങ്ങനെയാണെങ്കിൽ കർമ്മരാഹിത്യം വന്നാൽ പിന്നെ ശരീരത്തെ പ്രാപിക്കുക ശരീരത്തെ ധരിക്കേണ്ടി വരിക എന്ന് പറയുന്ന പ്രക്രിയ വേണ്ടി വരില്ല. അല്ലെങ്കിൽ എന്തുവരും? വാസാംസി ജീർണാനി യഥാവിഹായ അല്ലേ? ഭഗവത്ഗീത പറയുന്നു വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഇതിനുള്ളിൽ കിടക്കുന്ന ആത്മാവ് ആ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ കൊള്ളാത്ത ശരീരമായി മാറിയാൽ ഇവിടെ ഉപേക്ഷിക്കുന്നു, പിന്നെ വേറൊരു ശരീരത്തെ പ്രാപിക്കുന്നു. പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ഒക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു മനുഷ്യനായി ജനിച്ചാൽ 5 കർത്തവ്യങ്ങൾ അനുവേഷണമായി നിർവഹിക്കണം എന്നാണ് പറഞ്ഞത്. ഏതായി 5 കർത്തവ്യങ്ങൾ? 1, ഹിമാലയം ഒരിക്കൽ ദർശിക്കുക. പുണ്യഭൂമി, ദേവഭൂമിയാണെന്ത്? ഹിമാലയം അല്ലേ? ഹരിദ്വാർ മുതൽ ബദരികാശ്രമം, അതേപോലെ കേദാർ, കൈലാസം, ഇതൊക്കെ ദർശിച്ചവർക്ക്, ആ ദേവഭൂമി സ്പർശിച്ചവർക്ക് പുണ്യത്തിൻ്റെ ചുവടുകൾ ഏതാനും ചവിട്ടിക്കയറി എന്ന് പറയാം അല്ലേ? അപ്പോൾ ഹിമാലയം എന്താണ്? അസ്ഥി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാതിരാജ എന്നാണ്. വടക്കേ ദിക്കിൽ എന്തുണ്ട്? അസ്ഥി ഉണ്ട്. എന്തുണ്ട്? പൂർവാപരോ ദോയനിധീവഗാഹ്യ, കിഴക്കും പടിഞ്ഞാറുമുള്ള സമുദ്രങ്ങളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് 3 സമുദ്രത്താളും ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ സിന്ധു പര്യന്തം 3 സമുദ്രത്താൽ ചുറ്റപ്പെട്ട വടക്ക് ഹിമാലയം എന്ന് പറയുന്ന പുണ്യഭൂമിയാൽ സംരക്ഷിക്കപ്പെട്ട ഒരു പുണ്യഭൂമി നമുക്കുണ്ട്. അതാണെന്ത്? ഭാരതം. അപ്പോൾ അസ്ഥി ഉത്തരസ്യാം ദിശി ദേവതാത്മാവാണത് ഹിമാലയം. ഹിമാലയോ നാമ നഗാതിരാജ, ഹിമാലയം എന്നാണ് അതിൻ്റെ പേര്. പർവ്വതങ്ങളുടെ രാജാവാണ്. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി എവിടെ കിടക്കുന്നത്? ഹിമാലയത്തിലല്ലേ? അപ്പോൾ ആ പുണ്യഭൂമിയായ ഹിമാലയം നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തിയിലാണെങ്കിൽ ഈ ഭാരതഭൂമിയുടെ മഹത്വം എത്രത്തോളമാണ് പറഞ്ഞാൽ അവസാനിക്കില്ല. ഈ കർമ്മഭൂമിയിൽ വന്ന് ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവൻ സുഹൃതാതിരേകം കൊണ്ട് തന്നെയാണ്. അതാണ് വള്ളത്തോൾ പാടിയത് എന്ത്? ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. വെറുതെ പാടിയതൊന്നല്ല, അവരൊക്കെ ജ്ഞാനികളാണ്. ആ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയവർ ഈ ഭാരതത്തിൻ്റെ സാംസ്കാരിക വിശേഷത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും പിന്തുടർച്ചയെക്കുറിച്ചും ഒക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയവരാണ്. അപ്പോൾ നമുക്കതിന് ആ ഹിമാലയത്തെ ഒരിക്കൽ ദർശിക്കുക. പിന്നെയോ ആ ഹിമാലയത്തിൽ നിന്ന് ഹിമാലയത്തിലൂടെ ഉത്ഭവിച്ച ഉത്ഭവം എവിടെ നിന്ന്? ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ്. എന്ത് ഉത്ഭവിച്ചിരിക്കുന്നത്? ഗംഗാനദി.
വാമനമൂർത്തിയുടെ പാദം ബ്രഹ്മാവ് കഴുകിയപ്പോൾ ആ തീർത്ഥജലം ഒഴുകിയിട്ടാണ് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം അതാ ഗംഗാനദി ഇവിടെ അളകനന്ദ ഗംഗാനദിയായി ഇവിടെ എത്തിയിരിക്കുന്നു. ആ ഗംഗയിലൊന്ന് സ്നാനം ചെയ്യുക, അത് നമ്മൾ ഒരിക്കലെങ്കിലും സാധിക്കണം. മൂന്നാമതെന്താണ്? മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥം ഒരിക്കലെങ്കിലും വായിക്കാം. ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും മഹത്തും ബൃഹത്തുമായിട്ടുള്ള ഗ്രന്ഥമാണ് ഇത്. ഏറ്റവും വലിയ ഗ്രന്ഥമാണ്. 1.25 ലക്ഷത്തോളം ശ്ലോകങ്ങളുള്ള മഹാഭാരതം. വേദവ്യാസ വിരചിതമായിട്ടുള്ള ഈ മഹാഭാരതം ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. കഥകൾ പഠിക്കുക എന്നുള്ളതല്ല. അത് കഥാരൂപത്തിൽ എന്തിനാണ് വേദവ്യാസൻ എഴുതിയത്? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. അപ്പം അതിനെയൊക്കെ കഥാസ്വരൂപേണയാക്കി വാൽമീകി മഹർഷിയും വേദവ്യാസനും ഒക്കെ എന്ത് ചെയ്യുന്നു? അതാ രാമായണം ഭാരതമൊക്കെ ആക്കി എഴുതിയിരിക്കുന്നു. അപ്പം തത്വമാണ് കഥാസ്വരൂപമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥമായ മഹാഭാരതം ഒരിക്കലെങ്കിലും വായിക്കുക. അടുത്തത് എന്താണ്? ഭഗവത്ഗീത പഠിക്കുക. എല്ലാ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ സാരസർവസ്വമായിട്ടുള്ള തത്വങ്ങളാണ് ഇതിലുള്ളത്. 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയിലുള്ളത് വലിയ വലിയ തത്വങ്ങളാണ്. ഈ പറഞ്ഞതെല്ലാം വാസാംസി ജീർണാനി യഥാവിഹായ നാനായോനിഷു ജായന്തേ ഇതൊക്കെ പറഞ്ഞുവിടെ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈ ഏനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. ആത്മാവിന് നാശമില്ല. അഗ്നിയെ കൊണ്ട് ദഹിപ്പിക്കാൻ കഴിയില്ല, വായുവിൽ ലയിപ്പിക്കാൻ കഴിയില്ല, കാറ്റിൽ പറത്തിയെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആത്മാവ് ഒരു ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പ്രാപിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ ശരീരത്തിൻ്റെ ആ അവസ്ഥയെ ഇതൊക്കെ ഉപദേശിച്ചു തരുന്നത് ഏതാണ്? ഭഗവത്ഗീത. ഉഴറിയരുളിന മൊഴികൾ ഉപനിഷത്താകയാൽ ഓതിനാർ ഗീതയെന്നാദരാജ്ഞാനികൾ. ഭഗവാൻ യുദ്ധരംഗത്ത് വെച്ച അർജുനന് തിടുക്കപ്പെട്ട് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളാണ് ഇത് ഭഗവത്ഗീത. അത് വേദസാര സർവസ്വമാണ്. ആ വാക്കുകൾ ഭഗവത്ഗീത എന്നറിയപ്പെട്ടു. ആ 18 അധ്യായം ഗീത പഠിച്ചാൽ വേദങ്ങൾ പഠിച്ചതിന് തുല്യമാണ്. അപ്പോൾ ഗീത പഠിക്കുക, ഭാഗവതം കേൾക്കുക. 5 കർത്തവ്യം പറഞ്ഞാൽ 5ാമത്തെ ഒന്ന് പറഞ്ഞു എന്ത്? ഭാഗവതം കേൾക്കുക. അവസരം കിട്ടുമ്പോൾ എവിടെയാണെങ്കിൽ എവിടെ സത്രം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയി നമ്മൾ തരമാകുമെങ്കിൽ ഭാഗവത സത്രത്തിൽ പങ്കാളികളാകുക. സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ പൂർണ്ണമായും പങ്കാളികളാകാം. അത്രയും ശ്രേഷ്ഠമാണ് ഭാഗവതം എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഇനി ആ ഭാഗവതത്തിൻ്റെ മഹിമ അപാരമാണ്. ഭഗവൽ മഹിമ എന്നാണ് ഭാഗവതത്തെ കുറിച്ച് പറയാം. ഭാഗവതം എന്താണ്? നാമപുരാണമാണ്. ഈ കലികാലത്ത് നാമം ജപിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഭാഗവതം നിത്യപാരായണം ചെയ്യുന്നവർക്ക് ഈശ്വരോപാസനയ്ക്ക് മറ്റൊരു മാർഗം ആവശ്യമില്ല. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചതാണ്. ഈശ്വര മഹിമയുടെ വിസ്തൃതമായിട്ടുള്ള ആവിഷ്കാരമാണ് എന്ത്? ഭാഗവതം. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അവതാര മഹിമകളൊക്കെ പൂർത്തിയാക്കി സമാപ്തമാക്കിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു അത്രേ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സ്ഥിരമായ സന്നിധാനം ഇവിടെ വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങയെ വിട്ട് ഇനിവിടെ ആർക്കും കഴിയാൻ സാധിക്കില്ല. അപ്പം അങ്ങയുടെ പൂർണ്ണമായ സന്നിധാനം ഇവിടെ ഭക്തർക്ക് നൽകൂ. അപ്പം ഭഗവാൻ ഒരു തീരുമാനത്തിലെത്തിത്രേ. തൻ്റെ തേജസ്സിനെ മുഴുവൻ ഭാഗവതത്തിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പോയെന്നാ പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഭാഗവതം എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞത് ഇന്ന് ഭാഗവതമാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണ്. ശ്രീമദ് ഭാഗവതം എന്താണ്? കാണപ്പെടുന്ന ഭഗവാനാണ്. അപ്പം നമ്മൾ അത്രയും അറിവോടും അഥവാ ഭക്തിയോടും വേണം ഭാഗവതത്തെ സമീപിക്കാൻ.
അപ്പോൾ ഭഗവാന്റെ തേജസ് മുഴുവൻ അതിലുണ്ട് എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതം 335 അധ്യായങ്ങൾ, 18,000 അഥവാ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ, 12 സ്കന്ധങ്ങൾ എന്നിങ്ങനെയുള്ള കരചരണങ്ങളോട് കൂടിയ ഭഗവാന്റെ സ്വരൂപമാണ്. അപ്പോൾ ആ ഭാഗവതത്തിൻ്റെ മറ്റൊരു മഹിമ, എന്നിട്ട് വേണം നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാൻ അല്ലേ. ഭാഗവതം എന്താണ്? ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാം അഭിദുർലഭ സുദുർലഭ എന്നാണ്. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും കിട്ടുന്ന ജ്ഞാനം എന്താണ്? ദേവർക്ക് പോലും സുദുർലഭമാണ്, ലഭിക്കാൻ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് എന്താത്ര അവരൊക്കെ ആഗ്രഹിക്കുന്നത്? ദേവലോകത്തുനിന്ന് ദേവന്മാരൊക്കെ ഇങ്ങോട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യരായി ജനിച്ച് ഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കുക. അപ്പം അത്രയും മഹത്തരമാണ്. ഇതര ഗ്രന്ഥം, ഏതൊരു ഗ്രന്ഥത്തിനും പ്രസക്തി ഭാഗവത ഗ്രന്ഥം അഥവാ രംഗപ്രവേശം ചെയ്യുന്നത് വരെയുള്ളൂ എന്നാണ് പറയുക. അപ്പം അത്രയും മഹത്തരമായ ഭാഗവതത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ മഹിമയെ ഇത്രയധികം സ്പഷ്ടമായും ദൃഢമായും ചിത്രീകരിച്ച മറ്റൊരു ഗ്രന്ഥമില്ല. ആ ഗ്രന്ഥത്തിൻ്റെ നിരന്തരമായ ഉപാസന കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? അഥവാ ജന്മജന്മാന്തരമായി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കർമ്മവാസനകളെ ഇല്ലാതാക്കാൻ സാധിക്കും. നിരന്തരമായ ഈശ്വരോപാസന കൊണ്ട് മാത്രമേ ജീവനിൽ വർദ്ധിച്ചു വരുന്ന ഈ കർമ്മവാസനയെ ഇല്ലാതാക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇനി ഭാഗവതം കേട്ടാൽ മനുഷ്യർക്ക് മാത്രമേ മുക്തി ഉണ്ടാകൂ എന്നൊന്നുമില്ല. കേൾക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെയും മുക്തിദായകമാണ് ഭാഗവതം. പക്ഷിമൃഗാദികളെ പോലും ഭാഗവതം സ്വാധീനിക്കുന്നുണ്ട്, അവരെ മോക്ഷപ്രാപ്തിയിൽ എത്തിക്കും എന്ന് പറയുന്നു. ഭക്തകവിയായ പൂന്താനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? പൂന്താനം വൈകുണ്ഠത്തിലെത്തി. ആ വൈകുണ്ഠത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 2 ദേവന്മാർ വന്നു അത്രേ. അപ്പോൾ പൂന്താനം ചോദിച്ചു എന്നാ, അല്ല നിങ്ങൾ ആരാണ് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു എന്നാ. അപ്പോൾ ആ ദേവന്മാർ പറഞ്ഞു അത്രേ, ഞങ്ങൾ അങ്ങയുടെ മുറ്റത്ത് നിന്നിരുന്ന 2 പ്ലാവുകളാണ്. അങ്ങയുടെ സ്ഥിരമായിട്ടുള്ള ഭാഗവത വായന കേട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ ഉത്കർഷം ലഭിച്ചത് എന്ന് പറഞ്ഞു എന്നാ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പക്ഷിമൃഗാദികളെ പോലും മോക്ഷദായകമായ മാർഗത്തിലേക്ക് ഭാഗവതം എത്തിക്കും. കൊട്ടിയൂര് ഉത്സവത്തിന് പൂന്താനം ഭാഗവതം വായിക്കുന്ന കഥയും ശിവപാർവതിമാരവിടെ എത്തി സ്ഥിരമായി ഭാഗവതം കേട്ടിരുന്നതൊക്കെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ പക്ഷിമൃഗാദികളെയും മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ ഭാഗവതത്തിന് കഴിയും. അങ്ങനെ അപാരമായ, അത്രയും നേരമായി നമ്മൾ വിഷയം, നമുക്ക് സമയം പരിമിതമാണെന്നുള്ളത് നിർത്താതെ നിർത്തിയില്ല. അപാരമായ മഹിമയോടുകൂടിയ ഈ ഭാഗവതം 10 വിഷയങ്ങളെ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നൊക്കെ ഇവിടെ ധാരാളം കേട്ടിട്ടുണ്ടാവും അല്ലേ? അത്ര സർഗോ വിസർഗസ്യ സ്ഥാനം ഭോഷണമൂദയ മന്നന്തര ഈശാനുഗത നിരോധോ മുക്തിരാശ്രയ. 3-ാം സർഗം മുതൽ 12-ാം സർഗം വരെയുള്ള 10 സ്കന്ധം വരെയുള്ള ആ 10 സ്കന്ധങ്ങളിലായിട്ടാണ് ഈ 10 വിഷയങ്ങൾ. നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ദശമസ്കന്ധത്തിലെത്തി അല്ലേ? അപ്പോൾ ദശമസ്കന്ധത്തിലെ വിഷയം എന്താണ്? നിരോധം. നിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം. എന്തിനുള്ള തടസ്സമാണ്? ഈശ്വര സാക്ഷാത്കാരം. ഒരു ജീവന് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള തടസ്സം. ആ തടസ്സം എന്താണ്? അഹങ്കാരം. അഹം എന്ന ബോധം, ഞാനെന്ന തോന്നൽ എവിടെയുണ്ടോ അവർക്കൊന്നും ഒരിക്കലും എന്തില്ല? ഈശ്വരനിൽ ചേരാൻ കഴിയില്ല, ഈശ്വര സാക്ഷാത്കാരത്തിന് സാധിക്കില്ല. അപ്പൊ ഈ അഹങ്കാരത്തെ, അതാണ് വിഷ്ണുദാസ് ഇതിലും പറയുന്നത്, ഹരിനാമകീർത്തനത്തില് അല്ലേ? ഓങ്കാരമായ ഒരു 3ആയി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷി, അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ. ആദ്യം ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഓം എന്ന പ്രണവ മന്ത്രം. ആ ഓങ്കാരം ബ്രഹ്മം എന്തായി? ത്രിഗുണീഭവിച്ചോ, 3 അഹങ്കാരങ്ങളായി മാറി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൻ്റെ 3 മൂർത്തികളായി വിഷ്ണു, ബ്രഹ്മ, ശിവന്മാര്. അങ്ങനെ പ്രകൃതിയെല്ലാം വികസിച്ചു വന്നു. ഇത് ആരാണ് ആരാ അറിയുന്ന ഒരാള്?
താൻ തന്നെ ബ്രഹ്മം തന്നെയാണ്. ആരാറിഞ്ഞ ആദ്യത്തിൻ്റെ പ്രതിഭാസങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ആരാണ്? ആദിഗുരു. നാരായണ സമാരംഭ അല്ലേ, ഗുരുവായൂർ പരമ്പരകളെ നമ്മൾ വന്ദിക്കാറുണ്ട്. അപ്പോൾ ആ നാരായണനിൽ നിന്നും ആരംഭിച്ചതാണ്. അദ്ദേഹമാണ് ആദിഗുരു. ആ ആദിഗുരുവിനെയാണ് തുഞ്ചത്താചാര്യൻ നമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അഹങ്കാരമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം. ആ അഹങ്കാരത്തെ നമ്മൾ മനസ്സിൽ നിന്നും മാറ്റണം. ആനന്ദജിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന പൊരുൾ തോന്നേണമേ വരദ നാരായണായ നമ. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. ആനന്ദജിന്മയൻ ഭഗവാനെ എൻ്റെ മനസ്സിൽ അഹം എന്ന തോന്നലുണ്ടാകരുത്. തോന്നുകയാണെങ്കിൽ എന്തേ ഉണ്ടാകാവൂ? എല്ലാം ഞാനാണ്, എന്നിൽ നിന്നും അന്യമായി യാതൊന്നുമില്ല. തത്വമസി അല്ലേ, പ്രജ്ഞാനം ബ്രഹ്മ, 4 മഹാവാക്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആത്മജ്ഞാനം വേണം. അപ്പം അഹങ്കാരമാണ് ആത്മജ്ഞാനത്തിനുള്ള ഏറ്റവും പ്രബലമായ ശത്രു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്നാലോ ഈ അഹങ്കാരത്തെ നമ്മുടെ മനസ്സിൽ നിന്നും പെട്ടെന്ന് നീക്കാൻ കഴിയോ? അതത്ര സുസാധ്യമല്ല. കാരണം ഞാനെന്ന ബോധം ഉണ്ടാകണമെങ്കിൽ, അസ്തിത്വത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് കുറേയേറെ പന്ഥാവിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ആത്മാവിൻ്റെ ആധ്യാത്മിക പന്ഥാവിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ശത്രുവിനെ ഇല്ലാതാക്കുക എന്നാണ് ലക്ഷ്യം. അപ്പോൾ അത് പെട്ടെന്ന് നശിക്കുന്നതല്ല. അനവധി സ്വരൂപങ്ങളുണ്ട് അഹങ്കാരത്തിന്, അതെല്ലാം പ്രബലങ്ങളുമാണ്. ഭാഗവതം കഥ അത്തരം അഹങ്കാരങ്ങളുടെ സ്വരൂപങ്ങളെ ഇതാ ദശമസ്കന്ധത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു. 90 അധ്യായങ്ങളോടുകൂടിയ ആ ദശമസ്കന്ധത്തിൽ പ്രബലമായി 3 അഹങ്കാരങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? രജോ ഗുണഹങ്കാരം, രണ്ടാമത് ശരീരാഭിമാനം, അതിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരം, മൂന്നാമത് ഏഷണത്രയങ്ങൾ, പുത്ര ധാര അർത്ഥ ഏഷണങ്ങൾ. അപ്പം ഈ ചിന്തകളും ഈ സമീപനങ്ങളും ഈ പ്രാരബ്ധവും കുടുംബവും ഒക്കെ ആകുമ്പോൾ ബന്ധുക്കളുണ്ട്, ധനമുണ്ട്, കുടുംബമെന്ന് ചിന്തിച്ച് ജന്മമതിനാ കഴിയുന്നു നമ്മൾ. ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല ഹൃത്തേ, ഭക്തിയാ ഭജിക്ക പുരുഷോത്തമ പാദപത്മം. നോക്കുക, നമ്മൾ ഇന്ന് നമ്മുടെ സമയം ചിലവാക്കുന്ന എന്തിനു വേണ്ടിയാ? ബന്ധുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, അതിനു വേണ്ടി. ഇതൊന്നും ശാശ്വതമല്ല. ശാശ്വതമായത് ഒന്ന് മാത്രം. ഏതാണ്? ആ പരമ്പൊരുളായിട്ടുള്ള ഈശ്വരൻ. അവിടെ എത്തലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അങ്ങനെയുള്ള ഏഷണത്രയങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം. അതിൽ രജോ ഗുണ അഹങ്കാരത്തിൻ്റെ മൂർത്തിയാണ് ആര്? കംസൻ എന്ന കഥാപാത്രം. നമുക്കിവിടെ ചിന്തിക്കാനുള്ള വിഷയം എന്താണ്? പൂതനാമോക്ഷമാണ് അല്ലേ? അപ്പം ആ കംസൻ അഹങ്കാരത്തിൻ്റെ മൂർത്തിയാണ്. അതേപോലെ ശരീരാഭിമാനത്തിനെ ആയി ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെ ജരാസന്ധന്. പിന്നെ ഏഷണത്രയങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത് ശിശുപാലന്. ഈ 90 അധ്യായത്തിലായി നിറഞ്ഞു നിൽക്കുന്ന 3 പ്രധാന കഥാപാത്രങ്ങളാണ് ആര്? കംസനും ജരാസന്ധനും ശിശുപാലനും. നേരത്തെ പറഞ്ഞു, അഹങ്കാരത്തെ ഇല്ലാതാക്കുക എളുപ്പമല്ല, അതിന് കുറേ ഘടകങ്ങളുണ്ട്. അപ്പം അതാണ് ഇവിടെ കംസനും ജരാസന്ധനും അതേപോലെ ശിശുപാലനും, അവരോട് ബന്ധപ്പെട്ട നിരവധി കഥകളും. അപ്പം കുറേ കഥകളായിട്ടാണ് 90 അധ്യായത്തെ ഇവിടെ ദശമസ്കന്ധത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊക്കെ അഹങ്കാരത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ്. അതിലെ കേന്ദ്ര ബിന്ദുവാണ് ആര്? കംസൻ. ആ കംസൻ എന്ന അഹങ്കാരത്തിൻ്റെ മൂർത്തിയെ, അപ്പോൾ കംസൻ്റെയും അനുയായികളുടെയും സ്വരൂപത്തെയും പരാക്രമത്തെയും ചിത്രീകരിക്കലും അവരെ ജയിക്കാനുള്ള മാർഗം നിർദ്ദേശിക്കലും അതിനെ ഇല്ലാതാക്കലുമാണ് പൂർവാർദ്ധം കൊണ്ട്, ആ ദശമസ്കന്ധത്തിലെ പൂർവാർദ്ധം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ കംസന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളും ബന്ധിപ്പിച്ചുകൊണ്ട് ഇതാ അഹങ്കാരത്തിൻ്റെ ആ
രജോ ഗുണ പ്രധാനമായിട്ടുള്ള ചിത്രീകരണം സാധിച്ചിരിക്കുന്നു. പിന്നീടുള്ള ഭാഗത്ത് എന്താണ്, ജരാസന്ധൻ്റെയും ശിശുപാലൻ്റെയും പ്രധാന കഥകൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഉപകഥകളുമായി അഹങ്കാരത്തിൻ്റെ ശരീരാഭിമാനത്തിലും അതേപോലെ ഏഷണത്രയത്തിലുമുള്ള നമ്മുടെ അഹങ്കാരത്തെ, ഞാനെന്ന തോന്നലിനെ ഇല്ലാതാക്കാനുള്ള കഥകൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ നിരവധി കഥകൾ ഇത്തരത്തിലുണ്ട്. ഈ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് നമുക്ക് ആ ദശമസ്കന്ധ കഥയിലൂടെ അഹങ്കാരം എന്ന് പറയുന്ന നമ്മളിലെ അഹങ്കാരം ക്ഷയിച്ചാൽ എന്തായി, നമ്മൾ അസ്തിത്വത്തിലേക്ക് എത്തി. ആ ആത്മവിസ്മൃതി എന്ന് പറയുന്ന കാര്യം ഇല്ലാതായി. ഈ ആത്മവിസ്മൃതിയാണ് എല്ലാറ്റിനും ദോഷം, അല്ലേ? ആത്മവിസ്മൃതി അവിദ്യ മൂലമാണ്. അവിദ്യയിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. അത് ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. ആ കർമ്മം കൊണ്ട് നമുക്ക് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ജനിക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് അഹങ്കാരം ഇല്ലാതായി കിട്ടണം. എന്താണ് ഇപ്പം ഈ മൂന്ന് ശത്രുക്കളുമായിട്ടുള്ള ബന്ധം എന്ന്? ഒരു പരസ്പര പൂരകങ്ങളാണ് എന്ന് പറഞ്ഞു, അല്ലേ? കംസനും ജരാസന്ധനും അതേപോലെ ശിശുപാലനും. എന്താ കംസനും ജരാസന്ധനും എന്നുള്ള ബന്ധം? കംസന്റെ ഭാര്യമാര് അസ്ഥിപ്രാപ്തി ആരാണ്? ജരാസന്ധന്റെ മക്കളാണ്. ജരാസന്ധന്റെ ഉറ്റ മിത്രമാണ് ആര്? ശിശുപാലൻ. അപ്പോൾ ഈ മൂന്ന് ശക്തികളെ ഇല്ലാതാക്കിയാൽ എന്തായി? അഹങ്കാരത്തിൻ്റെ പൂർണ്ണനാശം ഉണ്ടാകും. അപ്പോൾ അഹങ്കാരമാകുന്ന ഒന്നിനെ മൂന്നായി ചിത്രീകരിച്ചത് അവയെ ജയിച്ച് ഈശ്വര സാക്ഷാത്കാരം തടസ്സമില്ലാതാക്കി തീർത്താൽ അതിനുള്ള മാർഗനിർദ്ദേശം ചെയ്യലാണ് ദശമസ്കന്ധത്തിലൂടെ സാധിക്കുന്നത്. അപ്പം കംസൻ ആരെന്ന് നമുക്ക് മനസ്സിലായി. ഇനി കംസൻ നിയോഗിച്ചൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം, പൂതന. ഈ പൂതന ആരാണ്? കംസൻ എന്ന് പറയുന്ന കിങ്കരനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ കംസൻ എന്ന് പറയുന്ന ആ ശക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി കിങ്കരന്മാരുണ്ട്. അതേതൊക്കെയാണ്? അഹങ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കിങ്കരന്മാരേതാ? കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളാകുന്ന ദുർഗുണങ്ങൾ. ഈ കാമക്രോധ ലോഭമോഹമാകുന്ന അഥവാ ദുർഗുണങ്ങളാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ഈ കർമ്മവാസനയിലേക്ക് എത്തിക്കുന്നതും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. ഇതിൽ ഏറ്റവും വലിയ കിങ്കരൻ ഏതാണ്? ആഗ്രഹം. മോഹമാണ് എല്ലാറ്റിനും കാരണം. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. കാമമായാലും മോഹമായാലും എല്ലാ വികാരങ്ങളും എന്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? രജോ ഗുണത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. നമ്മളിലൊക്കെ ഏറ്റർക്കത്തോടെ നിൽക്കുന്ന ഗുണം ഏതാണ്? രജോ ഗുണമാണ്. അപ്പൊ ഈ രജോ ഗുണത്തിൽ നിന്നാണ് കാമമായാലും ക്രോധമായാലും എല്ലാം ഉണ്ടാകുന്നത്. കാമക്രോധ ലോഭ മോഹ മതമത്സര്യാദികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിൻ്റെ പിന്നാലെ മറ്റുള്ളതൊക്കെ വരുന്നു. മറ്റെല്ലാ വികാരങ്ങളിലെയും അമ്മയായിട്ട് വേണം നമ്മൾ ഏതിനെ കാണാൻ? കാമത്തെ കാണാൻ, ആഗ്രഹത്തെ കാണാൻ. ഇപ്പം ക്രോധം മോഹം ലോഭം, ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നൊക്കെ തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ക്രോധത്തിനൊന്നും അടിമപ്പെടാൻ പാടില്ല. അറിവുള്ളവർ ക്രോധത്തിന് അടിപ്പെടില്ല. മറ്റുള്ള വികാരങ്ങളൊന്നും നമ്മളെ മനസ്സിൽ കയറാൻ അനുവദിക്കാതെ കഴിയുന്നവർക്കാണ് ആര്? സവൈ പണ്ഡിത, അവരാണ് പണ്ഡിതന്മാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാമമാണ് മറ്റെല്ലാ വികാരങ്ങളുടെയും അമ്മ. ആ കാമത്തിൻ്റെ മൂർത്തിയാണ് ഇവിടെ പറയാൻ പോകുന്ന പൂതന. അപ്പോൾ പൂതന എന്താണ് ചെയ്തത്? അപ്പോൾ പൂതനയുടെ സ്വഭാവം ഈ കാമത്തിൻ്റെ പൂർത്തീകരണമാണ്. പൂതന ആരാണ്? സ്വതവേ ആസുരിയാണ്, രാക്ഷസിയാണ്, അല്ലേ? കംസൻ കുട്ടികളെ നിഗ്രഹിക്കാനായി നിയോഗിച്ചിട്ടുള്ള പൂതന ഗ്രാമങ്ങൾ തോറും വീടായ വീടൊക്കെ കയറി ഇറങ്ങി വിഷസ്തന്യവും കൊടുത്തുകൊണ്ട് കുട്ടികളൊക്കെ നിഗ്രഹിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഗോകുലത്തിലും എത്തുന്നു. അപ്പോൾ സ്വതവേ പൂതന ആരാണ്? ആസുരിയാണ്. ആ ആസുരി എന്ന് പറയുന്ന ആഗ്രഹം എന്നതിൻ്റെ പുറകെ പോയാൽ എന്താണ് ഫലം എന്നാണ് ആ പൂതനയുടെ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. ആഗ്രഹത്തിൻ്റെ പുറകെ പോയാൽ എന്താണ്
സുഖത്തിൻ്റെ പുറകെ പോകുന്നവർക്കൊക്കെ ആപത്താണ്. നമ്മളൊരു കരടി ചങ്ങാടത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. എന്താണത്? ഒരാൾ സവാരി നടത്താൻ പുഴയുടെ പക്കത്തെത്തി. എത്തിയത് സന്ധ്യാസമയമാണ്. ആൾ കുറച്ച് ബോധം കുറഞ്ഞ സമയമായിരുന്നു. അപ്പോൾ തീരത്തെത്തി അതിൻ്റെ കടവിലൊരു ചങ്ങാടം കിടക്കുന്ന കണ്ടു. അതിൻ്റെ പുറത്ത് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് നീങ്ങി. ഏതാണ്ട് പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ എന്തായി? ചങ്ങാടം യഥാർത്ഥ സ്വഭാവം കാണിച്ചു. അതൊരു കരടിയായിരുന്നു. അതിൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ പുഴയുടെ മധ്യത്തെത്തിയപ്പോൾ അതിനെ വെള്ളത്തിലിട്ട് ഞെക്കി അവസാനിപ്പിച്ചു. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ആഗ്രഹത്തിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറകെ പോയവർക്ക് ആത്മനാശമായിരിക്കും, പൂർണ്ണനാശമായിരിക്കും ഫലം എന്നാണ് സൂചിപ്പിക്കുന്നത്. പൂതന ആഗ്രഹമാണ്. അപ്പോൾ ആ പൂതനയുടെ അവസാനം എന്തായിരുന്നു? നാശമാണെന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആഗ്രഹമാകുന്ന പൂതനയെ നമുക്ക് ജയിക്കാൻ കഴിയണം. അതിനൊരു മാർഗമേ ഉള്ളൂ. ഈശ്വരങ്കിൽ അഥവാ ഈശ്വരനിൽ നമ്മുടെ മനസ്സിനെ കൂട്ടിബന്ധിപ്പിക്കുക. ഈശ്വരനുമായി നമ്മളുടെ മനസ്സിനെ ബന്ധിപ്പിക്കുക. മനമേവ മനുഷ്യാനാം കാരണം കർമ്മബന്ധയോ എന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സാണ് നമുക്ക് സുഖം ഉണ്ടാക്കുന്നതും ദുഃഖമുണ്ടാക്കുന്നതും ഈ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നതും ഇവിടെ നിന്ന് മോചനം നേടിക്കുന്നതും. അതിനെ നമ്മൾ പരിപക്വപ്പെടുത്തിയാൽ സംസാര ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായി കരകയറാം. ഇത്രയും തത്വങ്ങളാണ് പൂതനാമോക്ഷം എന്ന കഥാഭാഗത്തിലൂടെ നമുക്ക്. അപ്പം നേരത്തെ പറഞ്ഞു, വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ള തത്വങ്ങളെ അതേപടി ചിത്രീകരിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് കഥാസ്വരൂപേണ അത് ചിത്രീകരിക്കുന്നു. അപ്പോൾ ആഗ്രഹമാകുന്ന പൂതന, അഹങ്കാരമാകുന്ന കംസൻ, ഇതില്ലാതായാൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം എളുപ്പമാകും എന്ന് ഇതാ ഈ കഥ ഇവിടെ വ്യക്തമാക്കി തരുന്നു. എവിടെയാണ് പൂതനയുടെ രംഗപ്രവേശം? കംസാദികളായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായി ബ്രഹ്മാദി ദേവന്മാർ പ്രാർത്ഥിച്ചതുമൂലം ഭഗവാൻ ഹരി ശ്രീ വിഷ്ണു നാരായണമൂർത്തി ഇതാ യദുവംശത്തിൽ ദേവകിയുടെയും വസുദേവന്മാരുടെയും പുത്രനായി ജനിച്ചു. നന്ദഗോപരുടെയും യശോദാദേവിയുടെയും മകനായി അമ്പാടിയിൽ വളരുന്നു. ആ കുട്ടി ജനിച്ചത് ഒരു മഹോത്സവമായിട്ട് ഗോകുലവാസികൾ അങ്ങനെ ആഘോഷിക്കുക. വിളക്കു വെച്ചു മണിവിത്തിതോറും തിളക്കമുള്ള ആഭരണങ്ങൾ തീർത്തു. കുഞ്ചൻ നമ്പ്യാർ ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. വീട് മുഴുവൻ വിളക്കൊക്കെ വെച്ച് അലങ്കരിച്ചു. പുതിയ പുതിയ ആഭരണങ്ങളൊക്കെ തീർത്ത് അണിഞ്ഞ് പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഗോപികമാര് ആ വൃന്ദാവനത്തെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാക്കി തീർത്തിരിക്കുന്നു. ആ വീടൊക്കെ ഇങ്ങനെ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജകൾ ചെയ്യുന്നു. ബ്രാഹ്മണർക്ക് പശുദാനം ചെയ്തു. അതേപോലെ കൊടിതോരണങ്ങളൊക്കെ അഥവാ ചാർത്തിയിട്ടുണ്ട്. ഗോപികമാരിതാ പട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ അമ്പാടിയിലേക്ക് വരിയായി അങ്ങനെ വരുന്നു. കുട്ടിയെ കാണാനും സമ്മാനം കൊടുക്കാനുമായിട്ട്, ഉപഹാരങ്ങൾ സമർപ്പിക്കാനുമായിട്ട്. അപ്പം ആ ഗോപികമാരങ്ങനെ കൂട്ടം കൂട്ടമായി വരുന്നു. കുട്ടിയെ ലാളിക്കുന്നു. അത് കഴിഞ്ഞാൽ യശോദയെ ഏൽപ്പിക്കുന്നു, പോകുന്നു. അപ്പം അങ്ങനെ ആ സമയം എന്താണ് ഇവരുടെ ഭൗതിക സാഹചര്യം എന്നാണെങ്കിൽ അമ്പാടി അന്ന് കംസന്റെ കീഴിലാണ്. എല്ലാ വർഷവും കൃത്യമായി കപ്പം കൊടുക്കണം. ആർക്ക്? കംസന്. അത് ആ തീയതിക്ക് തന്നെ കൊടുത്തില്ലെങ്കിൽ കംസന്റെ സ്വഭാവം മാറുക അല്ലേ? അപ്പോൾ അത് കൊണ്ടുകൊടുക്കുവാനായിട്ട് നന്ദഗോപർ എവിടേക്ക് പോയിരിക്കുകയാണ്? മധുരയിലേക്ക് പോയിരിക്കുന്നു. ആ മധുരയിൽ എത്തി കംസന് കപ്പൊക്കെ കൊടുത്തു. ഇടയവംശത്തിൻ്റെ അധിപനാണ് ആര്? നന്ദഗോപര്. അപ്പോൾ നന്ദഗോപർ അതിനു വേണ്ടി മധുരയിലെത്തി കംസന് കപ്പൊക്കെ കൊടുത്തു. അങ്ങനെ പോരുമ്പോൾ സാധാരണഗതിയിൽ വസുദേവരെ കണ്ടിട്ടാണ് പോരുക. ചിലപ്പോൾ ഒരു ദിവസം അവിടെ നിന്നു എന്നൊക്കെ വരും. അവർ വലിയ സുഹൃത്തുക്കളാണ്. അപ്പം അങ്ങനെ വസുദേവരുടെ ഭവനത്തിലെത്തി. വസുദേവര് സംസാരിച്ചു. അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു. നിങ്ങൾക്കുള്ള സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറയാണ്. അപ്പം നന്ദഗോപർ പറഞ്ഞു, നിങ്ങൾക്കുണ്ടായ 6 ഉണ്ണികളെ ആ കംസൻ ദുഷ്ടമായി വധിച്ചു. ആ ദുഃഖത്തിൽ ഞങ്ങൾക്ക് മതിയായ ദുഃഖമുണ്ട്. ഷഡ്ഗർഭന്മാർ എന്ന് പേര് കേട്ട
ആ 6 കുട്ടികളെ, അതൊക്കെ കർമ്മയോഗമാണ്. നാരായണീയത്തിൽ പറയുന്നുണ്ടല്ലേ, പ്രാഗേവാചാര്യപുത്ര ഹൃദി നിശമനയ എന്ന് തുടങ്ങുന്ന ശ്ലോകം, പൂർവപുത്രാൻ മരീചേ എന്ന് അവസാനിക്കുന്ന ആ ശ്ലോകത്തിൽ അവരുടെ 3 ജന്മങ്ങൾ എടുക്കാനുള്ള കാരണവും ദേവകീ വസുദേവന്മാരുടെ പുത്രനായി ജനിക്കാനും അവർക്ക് ആ ഭൂമിയിൽ വസിക്കാനുള്ള യോഗമില്ല. അപ്പൊ കർമ്മബന്ധമാണതൊക്കെ. എന്നിരുന്നാലും അങ്ങയ്ക്കുണ്ടായി നിങ്ങൾക്കുണ്ടായ 6 പുത്രന്മാരെ വധിച്ചു എന്നറിഞ്ഞ് ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് എന്നൊക്കെ അവർ കുശലപ്രശ്നം നടത്തി. അപ്പോൾ ഇതവിടെ നന്ദഗോപരോട് വസുദേവർ പറയാണ്, അങ്ങ് എത്രയും വേഗം അമ്പാടിയിലേക്ക് പോയിക്കോളും, അവിടെ എന്തോ ആപത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നന്ദഗോപർ വിചാരിക്കുകയാണ്, വസുദേവർ ഒരിക്കലും അബദ്ധമൊന്നും അങ്ങനെ പറയാത്ത ആളാണ്. അപ്പം അദ്ദേഹം ഇത് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമായി കാണും. പക്ഷേ നമ്മളൊക്കെ ദുഃഖം വരുമ്പോൾ എന്താ ചെയ്യുക? ആരെ ആശ്രയിക്കുക? ഭഗവാനെ അല്ലാതെ ആരെ ആശ്രയിക്കുക? അപ്പം നന്ദഗോപുരം പറയുന്നത് എന്താ? ഭഗവാൻ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. എന്ത് ആപത്തുണ്ടെങ്കിലും ശരി എന്നെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നന്ദഗോപുരം അവിടെ നിന്ന് ഇറങ്ങിയത്. ഭഗവാൻ ആരാണ്? ആശ്രിതവത്സലനാണ്. അനാശ്രയതായിട്ടുള്ളവർക്കൊക്കെ ബന്ധുവാണ് ഭഗവാൻ. ധൃതരാഷ്ട്രര് ധർമ്മപുത്രയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഇപ്പൊ ഈ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നത്? എൻ്റെ മകൻ്റെ ദുര്യോധൻ്റെ പക്ഷത്ത് 11 അക്ഷൗഹിണിയുണ്ട്. പിന്നെ പ്രബലന്മാർ മുഴുവനും ആരുടെ പക്ഷത്താ? ഭീഷ്മരായാലും ദ്രോണരായാലും ശല്യരെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് അല്ലേ? ശല്യരായാലും കർണനായാലും ഒക്കെ കൗരവപക്ഷത്താ. നിങ്ങൾക്ക് ആരാ തുണയ്ക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ ധർമ്മപുത്രർ പറഞ്ഞത്? ഹരിനാരായണൻ വരൻ ജഗന്നാഥൻ അരീകത്തുണ്ടല്ലോ തുണയായ എപ്പോഴും. ഞങ്ങൾക്ക് ആരുമില്ല, സത്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരേ ഒരാളുണ്ട്. അതാരാണ്? നാരായണനായിട്ടുള്ള ജഗന്നാഥമൂർത്തിയായിട്ടുള്ള ആ ഭഗവാൻ ഞങ്ങൾക്ക് അരികത്ത് എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു സമാധാനമേ ഞങ്ങൾക്കുള്ളൂ. എന്നാ അപ്പം നോക്കുക, അപേക്ഷ ചെയ്യുന്ന ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശന്ന ഭഗവാൻ. അതാണ്. അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളില്ല, വലിയവരെന്ന് ചെറിയവരെന്നുള്ള ഭേദമില്ല. അപ്പൊ ആശ്രയത്വം വേണ്ടവർക്ക്, ആശ്രയിക്കുന്നവരെ മുഴുവനും സ്വന്തമായി എടുക്കുന്ന ആളാണ് ഭഗവാൻ. അവരെയൊക്കെ രക്ഷിക്കും ഭഗവാൻ. കുന്നിക്കുരു കൊടുക്കുന്ന ആൾക്കും ഉദയാസമന പൂജ ചെയ്യുന്ന ആൾക്കും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഒരേ സ്ഥാനമുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാന് വേണ്ടത് എന്താണ്? ഭക്തി. ഭക്തി ഉള്ളവരെ ചിത്തത്തിൽ പുരുഷോത്തമൻ അധിവസിക്കുന്നു എന്നാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ പ്രാപിക്കാൻ എന്താ മാർഗം? ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. ഭഗവത് പാദങ്ങളിൽ ഭക്തി ഉണ്ടാകുക, ഭഗവത് നാമങ്ങൾ കീർത്തനം ചെയ്യുക, ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, ക്ഷേത്ര ദർശനം സ്ഥിരം പതിവാക്കി മാറ്റുക, ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അല്ലെ, അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന പ്രഹ്ലാദന്റെ മാർഗം ഭഗവാനെ പ്രാപിക്കാൻ നമുക്കുള്ള മാർഗങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ വസുദേവർ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയല്ല എന്താ ചെയ്യുക? അപ്പൊ അവിടുന്ന് പോകുന്ന വഴി മുഴുവനും അദ്ദേഹത്തിന് ഈ ഒരു ചിന്തയായിരുന്നു. വസുദേവർ അങ്ങനെ ഒന്നും പറയാത്ത ആളാണ്. പക്ഷെ ഇപ്പൊ ആപത്തുണ്ട് എന്ന് പറഞ്ഞുവല്ലോ, ഇനിയിപ്പോൾ അതിന്ന് കരകയറാൻ ഭഗവാൻ അല്ലാതെ എനിക്ക് മറ്റാശ്രയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂതനാമോക്ഷം ആരംഭിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ ശ്ലോകം? നന്ദപദ വജശൗരേർ. നന്ദഗോപർ വഴിയിലൂടെ പോകുമ്പോൾ ശൗരിയായ വസുദേവരുടെ വാക്കുകൾ അയവിറക്കിക്കൊണ്ടാ പോയത്. മനസ്സിലിങ്ങനെ മനനം ചെയ്യുന്നു, എന്താണപ്പോൾ അമ്പാടിയിൽ സംഭവിച്ചിട്ടുണ്ടാവുക, എന്താണാവോ എന്നുള്ളത്. മൃഷേതി വിചിന്തയൻ ഹരിം ജഗാമ ശരണം ഉൽപാദാഗമ സംഗീത എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂതനാമോക്ഷം ആരംഭിക്കുന്നത്. അപ്പോ എന്താണിപ്പോൾ അമ്പാടിയിലെ സ്ഥിതി? കംസൻ നിയോഗിച്ച പൂതന എന്ന് പറയുന്ന ശിശുഘാതി അഥവാ കുട്ടികളെ കൊല്ലുന്നവൾ, അവൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇതാ അമ്പാടിയിലെത്തിയിരിക്കുന്നു.
അതീവ സുന്ദരിയാ, സാക്ഷാൽ ലക്ഷ്മി ദേവിയാണോ എന്ന് തോന്നും. അങ്ങനെയുള്ള വേഷത്തോടു കൂടിയാണ് ആ അമ്പാടിയിലേക്ക് പൂതന പ്രവേശിച്ച്. ഗോപികമാരൊക്കെ നല്ല കമനീയമായി അലങ്കരിച്ചിട്ടാണ് നടക്കുന്നത്. എന്താ കാരണം? അവർക്ക് ഈ പുത്രോത്സവം അങ്ങനെ ഗംഭീരാക്കുകയാണ്. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ ജനിച്ചതിൻ്റെ സന്തോഷം ആ ദേശത്തെ മുഴുവനും ആനന്ദത്തിൽ ആറാടിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ എത്തി ആ ഗോപികമാരുടെ കൂട്ടത്തിലേക്ക് ചേർന്നു ആര്? പൂതന. അങ്ങനെ അവൾ കുട്ടികളെ പട്ടണങ്ങളിലായാലും ഗ്രാമപ്രദേശ കംസന്റെ നിയോഗം അതാണ്. ദേവകീ വസുദേവന്മാരുടെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ അശരീരി ഉണ്ടായി. എട്ടാമത്തെ പുത്രൻ കൊല്ലും. എട്ടാമത്തെ പുത്രനെ കംസൻ കണ്ട സമയത്ത് അത് ദേവിയായിരുന്നു, പുത്രിയായിരുന്നു. ദേവി അങ്ങ് ആകാശത്തേക്ക് പോയി. ഇനിയിപ്പോൾ പുത്രൻ എവിടെ ഉണ്ടായിരിക്കുന്നത്, എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അന്ന് മുതൽക്ക് ഭയമായി അല്ലേ, എവിടെ അറിയില്ല. അപ്പോൾ കുട്ടികളെ കൊല്ലാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ആരെയാണ്? പൂതനയാണ്. അപ്പോൾ ആ പൂതന നമ്മൾ പറഞ്ഞു ആഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ ആ പൂതന എവിടെ എത്തി? ഇതാ നയത്ര ശ്രവണാദീനി ലക്ഷോജ്ഞാനി സ്വകർമ്മസു കുർവന്തി സാത്വതാം ഭർത്തൃയാതുദാനിശ്ചതത്രഹി പറയാണ്. എങ്ങനെയുള്ളിടത്തേക്ക് പൂതനയ്ക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അഥവാ എങ്ങനെയെങ്കിലും പൂതന പ്രവേശിച്ചാലും ആത്യന്തികമായ ഫലം എന്തായിരിക്കും? നാശം. അതാണ് ഈ പറഞ്ഞേ അല്ലേ? ഭഗവത് നാമങ്ങൾ സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾ താമസിക്കുന്നിടത്ത് ഒരിക്കലും പൂതനയെ പോലെയുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും പ്രവേശിച്ചാൽ തന്നെയും അത് പൂർണ്ണനാശത്തിലെത്തിക്കും എന്ന ഒരു മുൻ സൂചന ഇവിടെ തന്നിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് മറ്റൊരു സൂചനയും കൂടി അതിലുണ്ട്. ഈശ്വരവചനം ചെയ്യാത്ത ഭവനങ്ങളിൽ, സന്ധ്യാനാമം ചൊല്ലാത്ത ഭവനങ്ങളിൽ, ആത്മജ്ഞാനം വളർത്തിക്കൊണ്ടുവരാത്ത അന്തരീക്ഷത്തിൽ പൂതനെ പോലെയുള്ളവർ കടന്നു വരും, ആപത്തുകൾ സൃഷ്ടിക്കും, അവിടുത്തെ ജീവിതം അരോചകമായിരിക്കും എന്നുള്ള നിരവധി തത്വങ്ങൾ അതിലുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഗോപികമാരുടെ പോലെ തന്നെ വേഷം ധരിച്ച സുന്ദരിയായിട്ടുള്ള ഒരു ഗോപികയായി അത് അങ്ങോട്ട് കയറി. കാണുന്നവരൊക്കെ പൂതനയെ നോക്കുന്നുണ്ട്. അസാമാന്യ സൗന്ദര്യമാണല്ലോ ഈ സ്ത്രീക്ക് എന്ന് ഓരോ ഗോപികയും പരസ്പരം നോക്കി അർത്ഥം പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, അങ്ങനെ പൂതന യശോദ കാണുന്നുണ്ട്. അതേപോലെ ആ യശോദയും രോഹിണിയും ഈ പൂതനയെ കണ്ടിട്ട്, അവളുടെ അസാമാന്യ സൗന്ദര്യം കണ്ടിട്ട് നോക്കി നിന്ന് പോയി എന്നാ പറഞ്ഞത്. കാരണം ഭഗവാന്റെ കയ്യിൽ ചില വേലകളൊക്കെ ഉണ്ടല്ലേ, എല്ലാവരും മായാവലയത്തിൽ അങ്ങനെ അകപ്പെടുത്തും. മായ എന്താ? മായ, ഇല്ലാത്തതെന്തോ ഉണ്ടെന്ന് തോന്നിക്കുന്നത് എന്തോ അതാണ് മായ. വിഷ്ണോർ മായാ ഭഗവതി അയാ സമോഹിതം ജഗത് എന്നാണ്. വിഷ്ണുവിൻ്റെ മായ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മായാവലയത്തിൽ പെട്ടതുകൊണ്ടാണ് സുഖം, ദുഃഖം, പുത്രൻ, മക്കൾ, കുടുംബം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നത്. അപ്പം യശോദയും രോഹിണി പോലും ഈ പൂതനയെ കണ്ട് നോക്കി നിന്നു എന്നാ പറഞ്ഞ. അങ്ങനെ പൂതന കുട്ടിയെ കടത്തിയ ആ മുറിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ കുട്ടി അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. പൂതന സമീപത്തിരുന്നു. കുട്ടി പൂതനയെ കണ്ടു, പൂതന കുട്ടിയെയും കണ്ടു. പക്ഷേ രണ്ടുപേരും വേഷം മാറി വന്നവരാണെന്നതാണ് ഇതിലത്തെ പ്രത്യേകത അല്ലേ? പൂതനയും വേഷം മാറി വന്നിരിക്കുന്നു, ഭഗവാനും വേഷം മാറിയിട്ട് അവിടെ കിടക്കുന്നത്. എങ്ങനെയാണ് പൂതന വേഷം മാറിയത്? രാക്ഷസീയ ഭാവത്തെ മറയ്ക്കാൻ സുന്ദരിയായൊരു സ്ത്രീയുടെ വേഷത്തിലാണ് പൂതന വന്നിരിക്കുന്നത്. ഭഗവാനോ ഈശ്വരഭാവത്തെ മറച്ച് ഒരു ശിശുവിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഭഗവാന്റെ ഈ പ്രവൃത്തി എന്താണ്? ഇപ്പൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. എത്ര പ്രാവശ്യം വേഷം മാറിയിരിക്കുന്നു ഭഗവാൻ ഇല്ലേ? യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഞാൻ അവതരിക്കും, യുഗങ്ങൾ തോറും അവതരിക്കും. എന്തിനു വേണ്ടി? ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി. അപ്പൊ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിക്കൊണ്ട്
ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കും. അങ്ങനെയുള്ള അവതാരമാണത് അപ്പോൾ ഇവിടെ നടക്കുന്നത് അല്ലേ. ഇവിടെ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. എന്തെല്ലാം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്? 2 മനുഷ്യാവതാരം എടുത്തിട്ടുണ്ട് ഇല്ലേ. ശ്രീരാമനായും ശ്രീകൃഷ്ണനായും ഭഗവാൻ അവതരിച്ചു. അപ്പൊ എന്നിട്ടോ ഇതാ ആ അവതാരമായ ഭാഗമായി അപ്പൊ ഭഗവാൻ ഈശ്വരഭാവത്തെ മറച്ചുകൊണ്ട് ശിശുരൂപമായി കിടക്കുന്നു. പൂതന രാക്ഷസീയ ഭാവത്തെ മറച്ചുകൊണ്ട് സ്ത്രീരൂപത്തിൽ സുന്ദരിയായ ഗോപികയുടെ വേഷത്തിൽ വന്നിരിക്കുന്നു. 2 പേരും വേഷം മാറിയവരാണ്. ഭഗവാന് പൂതനയെ മനസ്സിലായി, പക്ഷെ പൂതനയ്ക്ക് ഭഗവാനെ മനസ്സിലായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും നോക്കി. ഈ ഭഗവാന്റെ വേഷമാറ്റത്തെ കുറിച്ച് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, കാവ്യകൗസവം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് വളരെ മനോഹരമായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട് ഇല്ലേ. ഭഗവാൻ എന്തൊക്കെയായി വേഷം മാറിയിട്ടുള്ള ആളാണ്. ഇഷ്ടം പോലെ അരയന്നമായി ഹംസാവതാരം എടുത്തിട്ടുണ്ട് ഇല്ലേ. കുതിരയായി, വൻ പന്നിയായി, ആമയായി, പൊന്മീനായി, അവധൂതനായി, നൃഹരിയായി, ഗീർവാണനായി അതായത് വാമനമൂർത്തിയായി, മർത്യനായി, രാമകൃഷ്ണന്മാരായി വേഷം മാറി നടക്കും ഈ വിരുതെഴും മായാവിയാം ചോരനെ ചാരന്മാർക്ക് പിടിപ്പാൻ കഴിയുകയില്ല എത്ര യത്നിക്കലും. ഇനി പലരും വേഷം മാറി നടക്കും, പക്ഷെ പോലീസ് പിന്നാലെ പോയി പിടിക്കുക അല്ലേ. പക്ഷെ ഈ വേഷം മാറുന്ന ആളെ ഉണ്ടല്ലോ, ഗുപ്തചാരന്മാരെ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയാലും പിടിക്കാൻ കിട്ടില്ല. കാരണം അതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ അവിടെ വേഷം മാറി കിടക്കുന്നു. ഭഗവാൻ മനസ്സിലായി ഈ വന്നിരിക്കുന്നത് ആരാന്ന്. പൂതനയ്ക്കോ ഒന്നും മനസ്സിലായിട്ടുമില്ല. അപ്പോ എന്താ ചെയ്തത്? എന്തുകൊണ്ടാ ഭഗവാന് മനസ്സിലായത്? ഭഗവാൻ ആരാ? ആത്മവത് സർവഭൂതാനി. ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപേണ വർത്തിക്കുന്ന ആളാണ്. അപ്പൊ ആ ഭഗവാന് ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഈശ്വര സർവഭൂതാനാം. ഈശ്വരൻ സർവഭൂതങ്ങളുടെ ഉള്ളിലും ഹൃദ്ദേശനായി ഹൃദയസ്വരൂപിയായി വർത്തിക്കുന്നു എന്നുള്ള കാര്യം ഭഗവത്ഗീതയിലും പറയുന്നു അല്ലേ. അപ്പൊ സർവാത്മാവായിട്ടുള്ള ഭഗവാന് എല്ലാം അറിയാം. കുന്തിസ്തുതിയിൽ പറയുന്നുണ്ട് എന്ത്? ഭഗവാൻ പുരുഷനാണ്. ഭഗവാൻ എങ്ങനെ പുരുഷനായത്? പുരത്തിൽ അധിവസിക്കുന്നത് കൊണ്ട്. ഭഗവാൻ എവിടെയാണ് പുരത്തിൽ അധിവസിക്കുന്നത്? ഏതാണ് പുരങ്ങള്? ഇതാ പറഞ്ഞിരിക്കുന്നു, പുരാണ്യേന സൃഷ്ടാനി നൃത്തിര്യ കൃഷിദേവത സേതേ ജീവേണ രൂപേണ പുരേഷു പുരുഷോ ഹ്യസു. അതായത് മനുഷ്യരെ, മൃഗങ്ങളെ, പക്ഷിമൃഗാദികളെ എന്നിവയുടെ ശരീരങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു. എന്നിട്ടോ ആ പുരങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ശയിക്കുന്നു. അപ്പൊ ഭഗവാന് ശയിക്കാൻ വേണ്ടിയാണ് എന്തുണ്ടാക്കിയത്? ഈ ശരീരമാകുന്ന പുരങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ആ പുരത്തിൽ വസിക്കുന്നത് കൊണ്ട് ഭഗവാൻ എന്തു പേര് വന്നു? പുരുഷൻ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ഭഗവാൻ ഈ വന്നിരിക്കുന്ന പൂതനയെ കുറിച്ച് പ്രത്യേകിച്ച് നിർവചനം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ആത്മവത് സർവഭൂതാനി മാതൃവത് പരധാരാണി ലോഷ്ടവത് പരദ്രവ്യാണി യോ പശ്യതി സപണ്ഡിത എന്ന് പറയാം. അപ്പൊ ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്ന എല്ലാ ചരാചരങ്ങളിലും ഭഗവാൻ അന്തര്യാമിയായി വർത്തിക്കുന്നു. അങ്ങനെ പൂതന പിന്നെ അവിടെ ചെന്നിരുന്നു, സമീപത്തിരുന്നു. യാതൊരു സംശയവും ആർക്കും തോന്നിയില്ല. എല്ലാ ഗോപികമാരും വരും, കുട്ടിയെടുക്കും, താലോലിക്കും, പോവും. അപ്പോൾ ഉറങ്ങി. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? കണ്ണൊന്ന് അങ്ങോട്ട് അടച്ചു. ഉറങ്ങുകയാണെന്നുള്ള ഭാവത്തിൽ കണ്ണടച്ചു കിടന്നു. അതാ പറഞ്ഞിരിക്കുന്നു ഭാഗവതത്തിൽ, ചരാചരാത്മാസ നിമീലിതേഷു. ചരാചരാത്മങ്ങളുടെ ഈ ആത്മാവസ്വരൂപമായിട്ടുള്ള ഭഗവാൻ തൽക്കാലത്തേക്ക് കണ്ണൊന്നങ്ങോട്ട് അടച്ചു എന്നാണ്. പൂതന കുട്ടി ഉറങ്ങിക്കിടക്കുക എന്ന് വിചാരിച്ചപ്പോൾ സൗകര്യം കൂടുതലായല്ലോ എന്ന് ചിന്തിച്ച് ആ കുട്ടിയെടുത്ത് മടിയിൽ വെച്ചു. വാസ്തവത്തിൽ ആ പ്രവൃത്തി എന്തുപോലെയായി എന്നാ പറഞ്ഞ്? ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ മടിയിലെടുത്ത് വെച്ച അനുഭവം പോലെ എന്നാണ് അല്ലേ. കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഏതുപോലെയാണ്? ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ മടിയിൽ വെച്ചതുപോലെയായി. എന്നിട്ട് എന്താണ് ചെയ്തത്? വിഷം, കാളകൂട വിഷം പുരട്ടിയ സ്തനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കാളകൂട വിഷം പുരട്ടിയ സ്തന്യം കുട്ടിക്ക് നുകരാൻ കൊടുത്തു. അഥവാ പാല് കുടിക്കാൻ കൊടുത്തു, മുലപ്പാല് കൊടുത്തു. എന്നിട്ടോ
അങ്ങനെയാണ് അവൾ ഇത്രയും കാലം കുട്ടികളെയൊക്കെ കൊന്നു വന്നിരിക്കുന്നത്. ആ പതിവ് ഇവിടെയും ശീലിച്ചു എന്നർത്ഥം. പാല് കുട്ടിക്ക് കൊടുത്തു, കുട്ടി പാല് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പൂതനയുടെ കണക്കിൽ പാല് ആർക്കാ കൊടുക്കുന്നത്? കുട്ടിക്കാ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ സ്വീകരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്, അല്ലേ? അപ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കുന്നു എന്ന ഭാവത്തിൽ പൂതന കൊടുക്കുന്നു. ഭഗവാനാണെങ്കിൽ അതങ്ങ് പാല് മാത്രമല്ല ഭഗവാൻ കുടിച്ച് പ്രാണനും കൂടി വലിച്ചു കുടിക്കാൻ തുടങ്ങി. കാരണം ഒരു ജീവൻ ഇവിടെ എത്ര കാലം നിലനിൽക്കണം? സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും സംഹരിക്കുന്നതും ഒക്കെ ആരാണ്? ഭഗവാനാണ്. അപ്പോൾ പാല് കുട്ടിക്കാ കൊടുക്കുന്നതെങ്കിലും ഭഗവാനാണ് സ്വീകരിച്ചത്. പാല് മാത്രമല്ല ഭഗവാൻ സ്വീകരിച്ചത്, എന്തുകൂടി ചെയ്തു? ആ പ്രാണനും കൂടി ഊറ്റി വലിച്ചു കുടിക്കാൻ തുടങ്ങി. ഇവളുടെ പ്രാണൻ പിടഞ്ഞു തുടങ്ങിയപ്പോൾ പറയാൻ തുടങ്ങി എന്ത്? സാ മുഞ്ച മുഞ്ചാലമിതി പ്രഭാഷിണി. മുഞ്ച മുഞ്ച, മതി മതി, നിർത്തൂ നിർത്തൂ എന്നാ പറഞ്ഞ. പ്രാണൻ പിടയാൻ തുടങ്ങിയപ്പോൾ അലം മതി എന്ന പ്രഭാഷണം തുടങ്ങി. പറഞ്ഞാൽ എന്താണ്? സ്വകാര്യം പറയലല്ല പ്രഭാഷണം, അല്ലേ? പ്രഭാഷണം എല്ലാവരും കേൾക്കത്തിലേ പറയണം, കുറച്ച് ഉറക്ക പറയണം, അല്ലേ? കുറച്ച് ഉറക്ക പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് പ്രഭാഷിണി എന്ന് പറഞ്ഞത്. ഈ പൂതനയുടെ പ്രാണം പിടയാൻ തുടങ്ങിയപ്പോൾ അവൾ ഉറക്ക പറഞ്ഞു എന്ത്? വിടു വിടൂ, മതി മതി എന്ന് പറയൽ തുടങ്ങി. പക്ഷേ ഭഗവാൻ വിട്ടില്ല, ഭഗവാനും മതിയായില്ല. ഭഗവാൻ അവളുടെ പ്രാണനും കൂടി വലിച്ചെടുത്തു എന്നാണ്. അങ്ങനെ പിടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. പ്രാണവേദനയോടെ അട്ടഹാസ ശബ്ദവും പുറപ്പെടുവിച്ചുകൊണ്ട് പൂതന അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് ആ കുട്ടിയെ കിടത്തിയിരുന്ന മുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. ആ പുറത്തേക്ക് കിടക്കേണ്ട താമസം അവൾ പ്രാണൻ വെടിഞ്ഞ് അവിടെ വീണു. അധികം താമസിയാതെ അവളുടെ യഥാർത്ഥ രൂപം കാണുകയാണ്. എന്ത്? രാക്ഷസിയുടെ രൂപത്തെ പ്രാപിച്ചു. ആ പർവ്വതം പോലെ കിടക്കുന്ന അവളുടെ ശരീരത്തിൽ ഇതാ കമിഴ്ന്നു കിടക്കുന്ന ആ കുട്ടിക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. ഇടിവെട്ടുന്ന ശബ്ദം പോലെ അട്ടഹസിച്ചുകൊണ്ട് പ്രാണവേദനയിൽ പിടഞ്ഞുകൊണ്ടാണ് പൂതന അവിടേക്ക് എത്തിയത്. അവൾ അവിടെ ചത്തു വീണു, അല്ലേ? എല്ലാവർക്കും പ്രയോഗിക്കുന്ന വിശേഷണം അങ്ങനെയല്ല. ആന ചെരിഞ്ഞു എന്ന് പറയും, രാജാവ് തീപ്പെട്ടു എന്ന് പറയും, മനുഷ്യർ മരിച്ചു എന്ന് പറയും. രാക്ഷസിക്ക് എന്ത് വിശേഷണം കൊടുക്കാൻ പാടുള്ളൂ? ചത്തു എന്ന് തന്നെ പറയണം, അല്ലേ? അങ്ങനെ ആ പൂതന അവിടെ ചത്തു വീണു. അവൾ ചത്തു വീണപ്പോഴത്തെ അവളുടെ സ്വരൂപം എന്താണ്? അതാ ഒരു ശ്ലോകത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? അവൾ ആ ദംഷ്ട്രകള് കലപ്പയിൽ ഉള്ള കരി പോലെ ആയിരുന്നു എന്നാ പറഞ്ഞ. അതായത് കന്നുകൂട്ടുന്ന ഈ കലപ്പുണ്ട്, അതിൻ്റെ അറ്റത്തൊരു ഇരുമ്പ് സാധനം, അതിന് നമ്മൾ കൊഴു എന്നൊക്കെ പറയും, അല്ലേ? അത് മണ്ണിങ്ങനെ അടർത്തി അടർത്തി എടുക്കുന്ന അത്രയും വലുതും വിശാലവുമായിട്ടുള്ള ദംഷ്ട്രകളായിരുന്നു വായിൽ. രണ്ട് ഗുഹകളെ പോലുള്ള രണ്ട് നാസാദ്വാരങ്ങൾ, പൊട്ടക്കിണർ പോലെയുള്ള വായ, അതേപോലെ വെള്ളം വറ്റിയ കായൽ പോലത്തെ ആയിരുന്നു അത്ര അവളുടെ വയറ്. വലിയ കൈകളും കണ്ണു തുറിച്ചുകൊണ്ട് അവളങ്ങനെ ചത്തു കിടക്കുകയാണ്. ഈ അട്ടഹാസവും വലിയ വീഴ്ചയുടെ ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ട് ഗോപികമാരാകെ അന്താളിച്ചു നിന്നു, അഥവാ പരിഭ്രമിച്ചു. എന്തപ്പോൾ അവിടെ ഉണ്ടായി സംഭവിച്ചതെന്ന് അറിയില്ല. സുന്ദരിയായൊരു സ്ത്രീ അകത്തേക്ക് കയറി കുട്ടിയോടുകൂടി ഇതാ വരുന്നു. കുട്ടി ഈ രാക്ഷസിയായിട്ടുള്ള അവളുടെ മാറിൽ അഥവാ കമന്ന് കിടക്കുന്നു. ആ ശബ്ദം കേട്ട് ഗോകുലം മുഴുവൻ ഞെട്ടിപ്പോയി എന്നാ പറഞ്ഞു. അങ്ങനെ ആ രാക്ഷസിയെ സ്വരൂപം കണ്ട ഗോപികമാരൊക്കെ ഞെട്ടിവറച്ചു. അവളുടെ മാറിൽ കിടന്നിരുന്ന ആ കുട്ടിയെ ആ രാക്ഷസിയുടെ ശരീരത്തിൽ കൂടെ കയറിപ്പോയിട്ടാത്ര ചെന്നിട്ട് പിടിച്ചുകൊണ്ടുവന്നത്, എടുത്തുകൊണ്ടുവന്നത്. എന്നിട്ട് അതാ അപ്പോൾ എന്നിട്ടോ ഗോപികമാർക്ക് ഭയം തീരുന്നില്ല. ഈ കുട്ടി രാക്ഷസിയെ കണ്ട് പേടിക്കാതിരിക്കുക, ഇത്രയും ചെറിയ കുട്ടിയല്ലേ. അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും രക്ഷ ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അന്നത്തെ നാടൻ ചികിത്സ പഴയ കാലത്ത് അങ്ങനെയാണ്, അല്ലേ? നാടൻ ചികിത്സകളാണ്. ചെറിയ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ഗോപികമാരെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ഗോപികമാര് പശുവിൻ്റെ മൂത്രത്തിൽ കുട്ടിയെ കുളിപ്പിച്ചു. പിന്നെയോ പശുവിൻ്റെ വാലുകൊണ്ട് കുട്ടിയെ ഉഴിഞ്ഞു എന്നാ പറഞ്ഞത്. അതും പോരാഞ്ഞിട്ട് പശുവിൻ്റെ കുളമ്പടിയിലുള്ള മണ്ണും ചാണകവും കൂടിയിട്ടത്
അവർക്ക് ദിവ്യ ഔഷധമാണത്. ആ ഔഷധം കുട്ടിയുടെ മർമ്മസ്ഥാനങ്ങളിലൊക്കെ തൊടുവിച്ചു. അങ്ങനെ കുട്ടിക്കുണ്ടായിട്ടുള്ള താൽക്കാലിക ഭയം തീർന്നു പോകട്ടെ എന്ന് കരുതി ചെയ്ത പ്രവൃത്തികളാണ്. അതിലൊന്നും അവസാനിച്ചില്ല. ഗോപികമാര് പിന്നീട് കൃഷ്ണ ഗോപി നാരായണ എന്ന് തുടങ്ങി 8 ശ്ലോകത്തിൽ 22-ാം ശ്ലോകം മുതൽ 29 കൂടിയ ശ്ലോകങ്ങളിലായി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ സഹസ്രനാമങ്ങളിലൂടെയും ഈ കുട്ടിയെ പരിരക്ഷിക്കട്ടെ എന്നാണ് സ്തുതി. ഭഗവാന്റെ 1000 നാമങ്ങളും എന്താണ്? ഓരോ ധർമ്മത്തിലും അധിഷ്ഠിതമാണ് അല്ലേ? അപ്പൊ നമ്മള് പത്മനാഭൻ എന്ന് പറയുന്നു. എങ്ങനെ ഭഗവാന് പത്മനാഭൻ കിട്ടിയത്? നാഭത്തിൽ പത്മമുള്ളത് കൊണ്ട് പത്മനാഭൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് നിരവധിയുണ്ട്. വിഷ്ണുർഭുജൻ മുഖം രക്ഷിക്കട്ടെ, അജൻ കാലടികളെ രക്ഷിക്കട്ടെ, കൗസവധാരിയായ ഭഗവാൻ കാൽമുട്ടുകളെ രക്ഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യത്തിലും കേശവൻ ഹൃദയത്തെ രക്ഷിക്കട്ടെ. ആദിത്യമണ്ഡലത്തിൽ വാണരുളുന്ന സാക്ഷാൽ ഇനൻ എന്ന ഭഗവാൻ ഈ കുട്ടിയുടെ കഴുത്തിനെ രക്ഷിക്കട്ടെ, കൈകളെ വിഷ്ണു രക്ഷിക്കട്ടെ, മുഖത്തെ ഉരുക്രമൻ രക്ഷിക്കട്ടെ, ശിരസിനെ ചക്രധാരിയായ ഭഗവാൻ രക്ഷിക്കട്ടെ. ഭഗവാന്റെ ഓരോ ധർമ്മങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഓരോ പേരുകൾ ചൊല്ലിയിട്ടാണ് ആ രക്ഷാമന്ത്രം രക്ഷാകവചം ചൊല്ലിയത്. അഥവാ പൂതനയിൽ നിന്നും രക്ഷപ്പെട്ട ആ കുട്ടിക്ക് ഭയപ്പാടുകൾ ഒഴിവാക്കാൻ വേണ്ടി ആ ഗോപികമാര് ചൊല്ലിയിട്ടുള്ള ആ കീർത്തനം എന്താണെന്നാ പറഞ്ഞത്? രക്ഷാകവചമാണ്. ആരാണോ സന്ധ്യാസമയത്ത് അമ്മമാര് വീട്ടിലിരുന്നു കൊണ്ട് ഈ രക്ഷാകവചം ചൊല്ലി സ്തുതിക്കുന്നത്, കുട്ടികൾക്കുണ്ടാകുന്ന പ്രേത പിശാച ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതിൽ ഫലശ്രുതി പറയുന്നുണ്ട്. ആയുർവേദവും പറയുന്നു. എന്താ? ബാലചികിത്സാ രംഗത്തിൽ കുട്ടികൾക്ക് ഈ നാമം ചൊല്ലി, അഥവാ താൻ പാതി ദൈവം പാതിയാണല്ലോ, എല്ലാം ഏത് പ്രവൃത്തിയുടെയും പാതി അധികാരി നമുക്ക് ഫലവത്താക്കി തരുന്നത് ആരാ? ഭഗവാനാണ്. ഏത് വൈദ്യശാസ്ത്രമാണെങ്കിലും ഭഗവാന്റെ മുന്നിൽ വിധേയമാണ്. അപ്പോൾ ബാലചികിത്സയിലും ആയുർവേദത്തിലും എന്ത് പറയുന്നുണ്ട്? ഈ രീതി ഗുണോത്തരമാണ് എന്ന് പറയുന്നു. പത്മപുരാണത്തിലും പറയുന്നു. അങ്ങനെ നന്ദഗോപുരിത എവിടെ നിന്ന് വരുന്നു? മനസ്സിൽ വിചാരവുമായിട്ട് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഈ ഗോകുലത്തിൻ്റെ ഒരു 6 വിളിപ്പാട് അകലെ എത്തിയെന്ന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെ. അപ്പോഴേക്ക് തന്നെ കാണുന്ന കാഴ്ച എന്താണ്? വൻ മരങ്ങളൊക്കെ ദാ മറിഞ്ഞു വീണ് കിടക്കുന്നു. ആ വസുദേവരവിടെ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒന്നുകൂടി പ്രബലപ്പെട്ടു. അപ്പം അങ്ങനെ മധുരയിൽ നിന്ന് തിരിച്ചു വന്നു. അദ്ദേഹം ഇവിടെ ഗോകുലത്തിലെത്തി. തുടക്കത്തിൽ തന്നെ കാണുന്ന കാഴ്ച അശുഭമാണ്, അമംഗളമാണ്. അപ്പം അദ്ദേഹം പറയാണ്, എനിക്ക് തോന്നുന്നത് ആ വസുദേവർ കഴിഞ്ഞ ജന്മത്ത് ഒരു മഹർഷിയോ വലിയ യോഗീശ്വരനോ ആരോ ആയിരുന്നിരിക്കണം. അല്ലാതെ ആ മധുരയിലിരിക്കുന്ന ആൾക്ക് ഇവിടെ ഇരുന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത്രയും വസ്തുനിഷ്ഠമായി സൂചിപ്പിക്കാൻ സാധിക്കുമോ? അപ്പം ആ വസുദേവര് സാധാരണ ഒരു മനുഷ്യരല്ല എന്ന് ചിന്തിക്കുകയാണ് ആര്? നന്ദഗോപര്. നന്ദഗോപർ അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഇതാ വീണ് കിടക്കുന്നു പർവ്വതം പോലെ ഒരു രാക്ഷസി. ഗോപന്മാരൊക്കെ അവിടെ ചുറ്റും തടിച്ചുകൂടി പറഞ്ഞു, ഇനിയിപ്പോൾ എന്താണ്, ഈ രാക്ഷസിയെ ഇവിടെ കടത്താൻ പറ്റില്ല, അവളെ സംസ്കരിക്കണം. അങ്ങനെ ഗോപന്മാരുടെ സഹായത്തോടെ ആ രാക്ഷസിയുടെ ശരീരാവയവങ്ങളൊക്കെ വെട്ടിമുറിച്ച് സംസ്കരിക്കുകയാണ്. ആ സംസ്കരിക്കാൻ തുടങ്ങി. അഗ്നി കൊടുത്തു. ആ അഗ്നിയിൽ നിന്ന് അതാ ഒരു പുക വരുന്നു. ആ പുകയ്ക്കുള്ളൊരു പ്രത്യേകത നോക്കുക. ദഹ്യമാനസ്യ ദേഹസ്യ ധൂമശ്ചാകരു സൗരഭ. ദഹിക്കാൻ അടങ്ങു തുടങ്ങിയപ്പോൾ ആ ദേഹം ദഹിച്ചതിൽ നിന്നും വരുന്ന ധൂമം, പുക എന്തായിരുന്നു? അഗരു സൗരഭ. അഗരു എന്ന് പറഞ്ഞാൽ എന്താണ്? അകിലിൻ്റെ മണം, സുഗന്ധാണ് വരുന്നത്. പൂതനയുടെ ദേഹം ദഹിപ്പിച്ചപ്പോൾ വന്നതെന്താ? സുഗന്ധം. സാധാരണഗതിയിൽ മോക്ഷം പ്രാപ്തരായിട്ടുള്ള ദിവ്യന്മാരുടെ ശരീരം ദഹിപ്പിക്കുമ്പോഴാണ് അത്ര എന്ത് വരിക? ദിവ്യമായ സുഗന്ധം വരിക എന്ന് പറയാം. അപ്പോൾ ഒരു രാക്ഷസിയായി വന്ന് പാപകൃത്യം ചെയ്യാൻ വന്നിട്ടുള്ള ഒരു രാക്ഷസിയുടെ ശരീരം ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എവിടെ നിന്നാണ് ഇപ്പോൾ ഈ സുഗന്ധം വന്നത് എന്ന്
ഗോപികമാരെ എത്ര ചിന്തിച്ചിട്ടും അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞു. അവർ പരസ്പരം അതിശയിക്കുന്നു, നാല് പുറവും നോക്കുന്നു. അപ്പോൾ ഇത് വാസ്തവത്തിൽ എന്താണ്? പൂതനയ്ക്ക് ജീവൻ മുക്തി ലഭിച്ചു എന്നതിൻ്റെ വിളംബരമാണ് ആ ദേഹം ദഹിപ്പിച്ച അഗ്നിയിൽ നിന്നും വന്ന പുകയുടെ മണം എന്നാണ് ഇപ്പോൾ ഭാഗവത കർത്താവ് പറയുന്നത്. പൂതനയ്ക്ക് പൂതനാവധം എന്നല്ല ഈ അധ്യായത്തിന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പൂതനാ മോക്ഷം എന്നാണ്. ഭാഗവതം വെറുതെ അല്ല പൂതനാ മോക്ഷം എന്ന് പറഞ്ഞ്. പുണ്യാത്മാവിന് കിട്ടാവുന്ന ഒരു സ്ഥിതിഗതി പൂതനയ്ക്ക് അവസാനത്തിൽ ലഭിച്ചു. എങ്ങനെയാണത്? അപ്പോൾ പൂതനയ്ക്ക് മോക്ഷം കിട്ടി എന്നതിൻ്റെ വിളംബരമാണ് ആ പുകയിൽ നിന്നും ഉയർന്നു വന്ന അകിലിൻ്റെ മണം. എങ്ങനെയാണ് അവൾക്ക് ഈ മോക്ഷപ്രാപ്തിക്ക് അർഹത കിട്ടിയത്? ആരാണ് വാസ്തവത്തിൽ പൂതന? പൂതനാ ലോകപാലഗ്നി രാക്ഷസി രുദ്രാസന. അവൾ ലോകത്തുള്ള കുട്ടികളെയൊക്കെ കൊന്നു നടക്കുന്നവളാണ്. പിന്നെയോ രാക്ഷസിയാണ്. രക്തമാണ് അവളുടെ ഭക്ഷണം, പാനം. എന്നിട്ട് അവൾക്ക് ഇന്നിപ്പോൾ ദാ മോക്ഷം കിട്ടിയിരിക്കുന്നു. അപ്പം ഇത് എന്താണ് വ്യക്തമാക്കുന്നത്? ഭഗവാനെ സമീപിച്ചവർ പാപികളായാലും പുണ്യാത്മാക്കളായാലും ഭഗവാൻ അവർക്ക് എന്തു കൊടുക്കും? മോക്ഷത്തെ പ്രദാനം ചെയ്യും. അവൾ കൊല്ലാനാണ് വന്നതെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുവല്ലോ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഭക്തിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് ധാരാളമൊക്കെ തരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരതല്ല. ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കാം. ഇനി കാളകൂടം പുരട്ടിയ പാലാണ് ഭഗവാൻ കൊടുത്ത്, എങ്കിലും അവൾക്കത് കൊടുക്കാൻ തോന്നിയല്ലോ. ആ കൊടുക്കാൻ തോന്നലാണ് പൂതനയ്ക്ക് കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ ലഭ്യതാ ഗുണം. അപ്പം ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കുക, ഭഗവാന് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക, അതിൻ്റെ ഗുണമോ നിലവാരമോ ഒന്നും ഭഗവാൻ നോക്കാറില്ല. കിം പുനഃശ്രദ്ധയാ ഭക്തിയ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിംനോ രക്താസ്ന ആദരോ യഥ. അപ്പം ആ മാതാക്കളുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിഷം കൊടുത്തിട്ട് കൊല്ലാൻ ഒരുങ്ങി വന്ന ഭഗവാൻ പൂതനയ്ക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ, നിത്യേന കുളിപ്പിച്ച് പാല്, വെണ്ണ, തൈര്, മോര് എന്ന് കൊടുക്കുന്ന ആ മാതാക്കളുടെ സ്ഥിതി എന്തു പറയാൻ? അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന് മനസ്സറിഞ്ഞു കൊടുക്കുക, മനസ്സിൽ തട്ടി എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയുള്ളവരൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ യശോദയ്ക്കോ ദേവകിക്കോ വസുദേവ അല്ലെങ്കിൽ ഗോപികമാർക്കോ ഒന്നും തന്നെ ഇനി എന്തില്ല, ഈ സംസാരത്തിൽ കിടന്ന് ഉഴലേണ്ടി വരില്ല. നിത്യേന ഈ കുട്ടിക്ക് പാലും വെണ്ണയും തൈരും മോരൊക്കെ കൊടുക്കുന്നത്. അതുകൂടി ഇത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ പാദമാണ് ആരുടെ മാറിൽ സ്പർശിച്ചത്? പൂതനയുടെ പാല് കൊടുക്കുന്ന സമയത്ത് ആ പാദങ്ങൾ പൂതനയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. ആ ഭഗവാന്റെ പാദങ്ങളുടെ പ്രത്യേകത എന്താണ്? യോഗീന്ദ്രാണാം തദംഗേഷു മധുരം മുക്തിഭാജാ നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം. മുക്തന്മാർക്കൊക്കെ ആവാസ സ്ഥലമാണ് ഭഗവാന്റെ പാദം. മോക്ഷം നേടിയവരൊക്കെ എവിടെ ചെന്ന് ചേരുക? ഭഗവാന്റെ പാദത്തിൽ അല്ലേ. അപ്പോൾ യോഗീന്ദ്രന്മാരുടെയൊക്കെ ആശ്രയസ്ഥലം തന്നെ, മുക്തന്മാരുടെയൊക്കെ അഭയസനമായിട്ടുള്ള ആ പാദം പൂതനയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. എങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കിട്ടാതിരിക്കുക? അപ്പം അതുകൊണ്ട് ഭഗവാന്റെ സാമീപ്യം, ഭഗവാൻ കൊടുക്കണമെന്നുള്ള ആഗ്രഹം, അങ്ങനെ ഭഗവാൻ ദേവകീപുത്ര കൈവല്യാധിക പ്രഭ അപ്പം അങ്ങനെയുള്ളതാ വിവരണങ്ങൾ കുറേയുണ്ട്. നമുക്ക് അല്പസ്വല്പം സൂചിപ്പിക്കാൻ മാത്രമേ പറ്റൂ. അപ്പം എല്ലാറ്റിനെയും മോക്ഷം ആയാലും ശരി, ഭഗവാനോട് അപേക്ഷിച്ചതല്ല, അപേക്ഷ ചെയ്യുന്ന ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുന്ന ഭഗവാൻ പൂതനയ്ക്കായാലും മോക്ഷം കൊടുക്കും. അപ്പം നമ്മൾ ഭഗവാനെ സമീപിക്കുകയേ വേണ്ടൂ, ഭഗവത് കാര്യങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുകയേ വേണ്ടൂ. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഇവിടെ ഇതാ ഈ യശോദയ്ക്കും ഗോപികമാർക്കും ഈ സംസാര സാഗരത്തിൽ അധികം കിടന്ന്
ഉഴലേണ്ടി ഉദ്ധവരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരായ ഇനി ആരാണ്? ഈ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനായ കൃഷ്ണനെ നിങ്ങൾക്ക് ദിനം പ്രതി കാണാൻ കഴിയുന്നു, ലാളിക്കാൻ കഴിയുന്നു, പരിരക്ഷിക്കാൻ കഴിയുന്നു. അല്ലയോ ഗോപികമാരെ, നിങ്ങൾക്കിനി എന്ത് ദുഃഖമാണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഇതാ പറയുന്നത്, അതന്നെ പറയുന്നത്, അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ആ സംസാര അനുഭവം തന്നെ ഇനി ഈ യശോദ അമ്മയ്ക്കോ അഥവാ ഗോപികമാർക്കോ ഉണ്ടാകില്ല എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഭാഗം പറയുന്നത്. എന്താണ് ഈ സംസാരം? നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, നമ്മുടെ ആഗ്രഹം എന്താണ്? ചക്രം പോലെ തിരിയുന്ന ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്നും എന്നേക്കുമായി കരകയറണം. അപ്പോൾ പൂതനയ്ക്ക് പോലും കരകയറാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാ? ഭഗവാനെ സമീപിച്ചു. വിഷം പുരട്ടിയ പാലാണെങ്കിലും ഭഗവാന് കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു തോന്നലിൽ തന്നെ മോക്ഷപ്രാപ്തി നേടി. നമുക്കും സംസാരത്തിൽ നിന്നും മോചനം നേടാൻ കഴിയും. എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാണ്? ഞാൻ ദേഹമല്ല, ഞാൻ ദേഹിയല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനാണ് എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർക്കൊന്നും മോക്ഷപ്രാപ്തിക്ക് വിഷമമില്ല. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? അവിദ്യ നമ്മളെ ബാധിച്ചത് കൊണ്ടാണ്. അവിദ്യ എവിടെ നിന്നുണ്ടാകുന്നു? അഹങ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നു. അഹങ്കാരത്തിന് കാരണം എന്താണ്? ആത്മവിസ്മൃതിയാണ്. മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മളുടെ ഉള്ളിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ആത്മവിസ്മൃതി കൊണ്ടാണ്. അതിലൂടെ അവിദ്യയുണ്ടാകും, അവിദ്യയിലൂടെ അഹങ്കാരം ഉണ്ടാകും, അഹങ്കാരത്തിൽ നിന്ന് ആഗ്രഹമുണ്ടാകും. ആഗ്രഹം മൂലം നമ്മൾ എന്തു ചെയ്യും? കർമ്മങ്ങൾ ചെയ്യും. കർമ്മത്തിന് ഫലമുണ്ട്. കർമ്മഫലം അനുഭവിക്കാനായി ഇതാ നേരത്തെ പറഞ്ഞ നാനായോനിഷു ജായന്തേ മ്രിയന്തേ ച പുനഃപുന കർമ്മണാരഹിതോ ദേഹ സംബന്ധം. കർമ്മരാഹിത്യം വരുമ്പോൾ എന്തുണ്ട്? കർമ്മണാരഹിതോ ദേഹ സംയോഗോ ന പുനഃപുന. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കൂ, ആവശ്യമില്ലാത്ത കർമ്മങ്ങളിൽ നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ. എന്നാൽ പിന്നെ ഈ സംസാര ദുഃഖത്തിൽ നിന്നും കരകയറാൻ വിഷമില്ല. പൂതനയ്ക്ക് പോലും ഇവിടെ സംസാരത്തിൽ നിന്നും കരകയറാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെന്ത് വേണമെന്നപ്പോൾ പറയുന്നത്? നമ്മൾ വിഷ്ണോർമായ ഭഗവതിയയാ സമ്മോഹിതം ജഗത്ത് എന്ന് പറഞ്ഞു അല്ലേ? മാർക്കണ്ഡേയ മഹർഷി പോലും മായയിൽ അകപ്പെട്ടുകൊണ്ട് അവസാനം എന്താണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ ഭാഗവതം 12 സ്കന്ധത്തിൽ 3 അധ്യായത്തിലായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ യാ മാ സാ മായ, എന്തൊന്നില്ലയോ അതാണ് മായ. ഇല്ലാത്തത് ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നു. അത് അവിദ്യയാണെന്ന് പറഞ്ഞു. ആ അവിദ്യയിൽ നിന്നും മോചനം നേടണം. ഭഗവാൻ എവിടെ അധിവസിക്കുന്നു? നേരത്തെ പറഞ്ഞു, ഭക്തിയുള്ളവരുടെ ചിത്തത്തിൽ മരുവിനാൻ ഭക്തപ്രിയൻ പരമേശ്വരൻ അച്യുതൻ. ഭഗവാൻ ഭക്തപ്രിയനാണ്. അദ്ദേഹം വസിക്കുന്നത് എവിടെയാണ്? ഭക്തിയുള്ളവരുടെ ചിത്തത്തിലാണ്. അംബരീഷന്റെ കഥ ഇവിടെ പറഞ്ഞു, നിങ്ങൾ കേട്ടു. അംബരീഷനെ പരീക്ഷിക്കാനായി ദുർവാസാവ് ശ്രമിച്ചു. ചക്രായുധത്തിൻ്റെ നിന്നും രക്ഷപ്പെടാനാകാതെ ദുർവാസാവ് പോകാത്ത ലോകമൊന്നുമില്ല. അവസാനം അംബരീഷനെ തന്നെ അഭയം തേടി. മഹാവിഷ്ണുവിനെ അഭയം തേടിയപ്പം ഭഗവാൻ എന്താ പറഞ്ഞേ? എനിക്കും അങ്ങയെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങൊരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ ധർമ്മം എന്താണെന്ന് അറിയാതെ കണ്ട് അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടാണ് അങ്ങയ്ക്ക് ഈ ഫലം അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ആരുടെ കൂടെയാണ്? അഹം ഭക്തപരാധീന. ഞാൻ ഭക്തന്മാർക്ക് പരാധീനനാണ്. ഭക്തന്മാരുടെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് സദാ നീങ്ങുന്ന എന്നെ വേറെ എവിടെ തെരഞ്ഞിട്ടും കാര്യമില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു അല്ലേ? കാടായ കാടൊക്കെ ഞാൻ നടന്നു, മേടായ മേടൊക്കെ ഞാൻ കയറി ഇറങ്ങി. അവിടെയുമില്ലീശ്വരൻ, ഇവിടെയുമില്ലീശ്വരൻ, എവിടെയാണ് ഈശ്വരൻ്റെ വാസം? അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം? ഭഗവാൻ അരൂപനാണ്, അദൃശ്യനാണ്. ആ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ അജ്ഞതയുടെ ലോകത്തിൽ ആണ്ടുപോയാൽ നമുക്ക് എന്തായിരിക്കും ഫലം? ആപത്തുകളായിരിക്കും, ദുഃഖങ്ങളായിരിക്കും. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി, ജഠരേ ശയനം എന്ന് പറയുന്ന ദുഃഖത്തിലേക്ക് അഥവാ സംസാര ചക്രത്തിലേക്ക് അകപ്പെട്ട് വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. അപ്പോൾ
പൂതനയുടെ ശരീരത്തിൽ നിന്നും പൊങ്ങിയ പുകയുടെ ഒരു മൗന സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഭക്തന്റെ ഓരോ കാൽവെപ്പിലും ഭഗവാനുണ്ട്. ആ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ യാതൊരു പ്രയാസവുമില്ല. എന്തുമാത്രം മതി? ഭക്തി മതി. ആ ഭക്തി കൊണ്ടുള്ള ഉപാസന, ഭക്തി ഉണ്ടായാൽ ജ്ഞാനമായി, ജ്ഞാനത്തിലൂടെ വൈരാഗ്യമായി, വൈരാഗ്യത്തിലൂടെ മോക്ഷപ്രാപ്തിയായി. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്താണ്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അശനാമി പ്രയതാത്മന. ശരിക്കും 3 മണിക്കൂർ പറയാനുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ഈ ഒരു ശ്ലോകത്തിലൂടെ ചൊല്ലിയത്. ഒരു കേവലം ഇല കൊണ്ട്, പാഞ്ചാലി ചീരയില കൊണ്ടാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തിയത്. പുഷ്പം, ഗജേന്ദ്രൻ ഒരു താമരപ്പൂ കൊണ്ടാണ് എന്ത്? കുംഭീന്ദ്രൻ പോയി ത്രികുടാചല സരസി മുതാ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ച മുതല കടിവിടാൻ 1000 ആണ്ടുഴന്ന് കിടക്കുമ്പോൾ ആ മുതലയുടെ വിടുത്തത്തിൽ നിന്നും എന്താണ്? കുംഭീന്ദ്രൻ പോയി ത്രികുടാചല സരസി മുതാ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ച മുതല കടിവിടാൻ 1000 ആണ്ടുഴന്നാൻ. അന്നേരം പോന്നു വന്നു മുരരിപു ഗരുഡാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്നു കരിവരനഥ സായുജ്യമി. താമരപ്പൂവിലൂടെ കരിവരന് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു. പിന്നെ വെറും പഴം കടിച്ചു നോക്കിയിട്ടാത്ര ശബരി കൊടുത്തത്. അങ്ങനെ ആ ശബരിക്ക് മോക്ഷം കൊടുത്തു. ആ രന്തിദേവൻ്റെ കഥ എല്ലാം സംഭാവന ചെയ്തു. അവസാനം ചോറും കെട്ടി ഇത്തിരി വെള്ളം കെട്ടി അതും ചോദിച്ചു വന്നവർക്കും അതും കൊടുത്തു. അവസാനം ത്രിമൂർത്തികൾ അവിടെ ആവിർഭവിച്ചു, അദ്ദേഹത്തിന് മോക്ഷം നൽകി. അപ്പം അങ്ങനെയുള്ള അപ്പം നമ്മളിവിടെ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഭഗവാനെ അപ്പം അങ്ങനെ നന്ദഗോപുരി വന്നു കുട്ടിയെ ഭൂതനയെ ദഹിപ്പിച്ചു. നന്ദഗോപുരി വന്ന് കുട്ടിയെ എടുത്ത് സന്തോഷത്തിൽ മൂർധാവി ചുംബിക്കുന്നു. അവസാനം അതിൻ്റെ ഫലശ്രുതി പറയുന്നത് എന്താണ്? യാ ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമത്ഭുതം ശൃണുയാ ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭതേ പദരതിയും. ഗോവിന്ദൻ്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടാകാൻ ഈ പൂതനാമോക്ഷം എന്ന് പറയുന്ന ഭാഗം ഭക്തിശ്രദ്ധയോടെ വായിക്കുന്ന ഏതൊരു ഭക്തനും സാധ്യമാകും എന്നുള്ള ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് പൂതനാമോക്ഷം ആ ഭാഗം 6-ാമത്തെ അധ്യായം ദശമത്തിൽ അവസാനിക്കുന്നത്. നമുക്കും തന്നെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം നാം എല്ലാവരും ഈ ഒരു കഥാശ്രവണം കൊണ്ടും അവിദ്യയിൽ നിന്നും മോചിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതേപോലെ സർവമംഗള സ്വരൂപനും സർവൈശ്വര്യവതിയുമായിട്ടുള്ള ഭഗവത്പാദങ്ങളിൽ നമുക്കതിനുള്ള ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഭഗവാൻ നമുക്ക് ശക്തി നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യുവാക്കൾ ഇവിടെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷ ഗോബ്രാഹ്മണേഭ്യാം ശിവമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.